പ്രഭാഷണം നടത്തുന്നത് ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മ ചന്ദ്രുജി എന്ന് നമ്മളെല്ലാവരും ഓമനപ്പേരോടുകൂടി വിളിക്കുന്ന ഏറ്റവും വലിയ ഗുരുനാഥൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വേദികളിൽ, ഒരുപാട് വേദികളിൽ സപ്താഹവും പ്രഭാഷണവും അവതരിപ്പിച്ച് നമുക്കെല്ലാം പ്രിയങ്കരനായി മാറിയിരിക്കുന്ന ചന്ദ്രശേഖർ ശർമാജി അവർ രാജസ്വയം എന്ന ഭാഗത്തെയാണ് അദ്ദേഹം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും വിനയത്തോടും കൂടി ചന്ദ്രശേഖർ ശർമാജി അവരെ വേദിയിലേക്ക് പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण. കേൾക്കുന്നുള്ളൂ, എല്ലാവരും ഉറക്കം പറയൂ. ഹരേ രാമ. ആദ്യം ഞാൻ വെള്ളം കുടിക്കട്ടെ, പിന്നെ നിങ്ങളെ കുടിപ്പിക്കാം. हरे कृष्ण 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 हरे राम 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 हरे 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 कृष्ण 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 हरे हरे. बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय, बोलो नारायण जय जय विठ्ठला. लक्ष्मी नारायण रंग रंग विठ्ठला, लक्ष्मी गोविंद विठ्ठला, गोपाल विठ्ठला, गोविंद श्रीरंग विठ्ठला पांडुरंग, श्रीरंग विठ्ठला पांडुरंग विठ्ठला, श्रीरंग विठ्ठला पांडुरंग. बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, जय जय विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठला, जय 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 विठ्ठल. बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला. सर्वत्र गोविंदनाम संकीर्तनम गोविंद गो. जय बोल सद्गुरुनाथ महाराज की जय. हरे रामेति कृष्णेति नाम संकीर्तनम सदा लोकक्षेमाय कुर्वन्तं प्रेमिकं सद्गुरुं भजे. प्रेमिकेन्द्रगुरोः कीर्तिं दिक्षु सर्वासु कीर्तयन्, यः सञ्चरति लोकेऽस्मिन् कृष्णदासात्मजं भजे. नामकीर्तनमात्रेण सुप्रसन्नं कृपानिधिं, भक्तकोलाहलं वन्दे भक्ताभीष्टफलप्रदं. सत्यं परं धीमहि नारायणं नमस्कृत्य नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयं उदीरयेत्. श्रीहरये नमः. गोपिका जीवनस्मरणं गोविन्द गोविन्द.
ഇന്ദുകുന്ദതുഷാരാഭാ ഭക്തചിത്താനുവർത്തിനി വാണീ മേ രസനാരംഗേ കരോതു നടനം സദാ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. പഞ്ചവിംശതീയ സാരസ്വത സത്രം. പണ്ട് സാരസ്വത സത്രം ഭാഗവതത്തിൽ നടന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാരസ്വത വിപ്രാഹ, സാരസ്വത വിപ്രന്മാരൊക്കെ, സാരസ്വതം പറഞ്ഞാൽ സരസ്വതി നദീതീരത്തിൽ താമസിച്ചവർ സാരസ്വതന്മാർ, സരസ്വതി അടുത്തിരിക്കുന്നവരും സാരസ്വതന്മാർ. ഇപ്പം നമ്മളെല്ലാം സാരസ്വതന്മാർ തന്നെയാണ്. അപ്പോൾ സാരസ്വത വിപ്രന്മാർ ആരെയാണ് ആശ്രയിക്കേണ്ടതിന് ഒരു വിചാരം അവർക്ക് ഉണ്ടായപ്പോൾ അപ്പോൾ ഭൃഗു മഹർഷിയെ ഏൽപ്പിച്ച് ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി എന്ന് തീരുമാനം എടുത്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സാരസ്വത സത്രം നമുക്ക് എങ്ങനെയാണ് പൂജിക്കേണ്ടത്? സമർഹയ ഋഷികേശം പ്രീതഃ പ്രണയ വിഹ്വലഃ. പണ്ട് മള്ളിയൂരിൽ സത്രം നടന്നപ്പോൾ ഇങ്ങനെ ഓരോരോ വാക്ക് കൊടുത്ത് പ്രഭാഷണം ചെയ്യാനും പറഞ്ഞിരുന്നു. ദിശീന്ദുരിവ പുഷ്കളഹ, അതാണ് വെൺമണി കൃഷ്ണേട്ടൻ പറഞ്ഞത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അത് ആവർത്തിച്ച് വിസ്തരിച്ച് പറഞ്ഞു. 2 മണിക്കൂർ പ്രഭാഷണമാണ്. എന്തായാലും അവിടെ 1 മണിക്കൂറായത് വളരെ സൗകര്യമായി, ഉച്ചകാലമായതുകൊണ്ട്. കാരണം നമുക്ക് 2 മണിക്കൂർ പറയാതെ ഇരിക്കേണ്ടേ. അപ്പോൾ 1 മണിക്കൂറാകുമ്പോൾ അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ 45 മിനിറ്റ് കൊടുത്താൽ കുറച്ചുകൂടി ഒരു നല്ല പരീക്ഷ ആവും. എല്ലാ സമയവും 45 മിനിറ്റ് വയ്ക്കുമ്പോൾ കൃത്യം എല്ലാം പറയണം. പിന്നെ അത് അദ്ദേഹം പറഞ്ഞില്ല, ഇല്ലാതൊന്നും പറയുന്നില്ലേ, ഉള്ളത് മാത്രമേ പറയുള്ളൂ. എന്തായാലും കാരണം 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ നാസികാരന്ധത്തിൽ നിന്നും ശ്വാസം ഇങ്ങനെ മാറിപ്പോകും. വലതുവശത്തിൽ ശ്വാസം, വലത് നാസികയിൽ എപ്പോഴാണ് വരുന്നതോ അത് ശ്വാസോദയന്തു കപിലഹ. ഇങ്ങനെ ഇടയിൽ വിരൽ വെച്ച് ശ്വാസം വിടുമ്പോൾ വലത് നാസികാദ്വാരത്തിൽ ശ്വാസം കൂടുതൽ ഒഴുകുമ്പോൾ അത് നല്ല സമയമായിട്ട് നമുക്ക് കണക്കാക്കണം. അപ്പോൾ 45 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇടതുവശത്തേക്ക് മാറും. അങ്ങനെ മാറുമ്പോൾ ഇടയ്ക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങി പോകുന്നത്. ഞാൻ തന്നെ ഉറങ്ങിപ്പോയി. പ്രഭാഷണം നന്നായാൽ എന്താ അർത്ഥം? നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ എല്ലാം നന്നായി. ഇല്ലാട്ട് നല്ല ഉണരണം, എന്തെങ്കിലും ഒന്നാവണം, ഒന്ന് ഉറങ്ങണം, എന്തെങ്കിലും ഉണർന്നിരിക്കണം. അപ്പോൾ പ്രഭാഷണം നന്നായി പറയാം. എന്തായാലും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇടയ്ക്ക് നാമാവളി പാടും, നിങ്ങളൊക്കെ പാടേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ പണ്ട് മള്ളിയൂരിൽ അങ്ങനെ എല്ലാവർക്കും ഓരോ ടാപ്പിക് കൊടുത്തപ്പോൾ എനിക്കും കൊടുത്തിരുന്നു. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവൃതോകസാം. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അന്ന് എന്താ പറയുന്നത്, ഭഗവാന്റെ ഇപ്പോൾ നന്നായിട്ട് പറഞ്ഞു വിചാരിക്കുന്നു. അന്ന് പാലേരി നാരായണ തിരുമേനി മുമ്പിലിരുന്ന് ആസ്വദിച്ച് കേട്ടു. എന്താ കാരണം, അന്ന് എനിക്ക് മലയാളം ഒട്ടും അറിഞ്ഞുകൂടാ, തമിഴിൽ മാത്രമേ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം തമിഴിൽ കുറച്ച് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പിന്നെ കുറച്ച് ആൾക്കാർ മുന്നിരുന്ന് ആസ്വദിച്ച് കേട്ടിരുന്നു. അതേപോലെ ഈ സത്രത്തിൽ പഞ്ചവിംശതീയ സാരസ്വത സത്രത്തിലും സിൽവർ ജൂബിലി വെഡ്ഡിങ് ഡേ ആണ്. രുക്മിണി കൃഷ്ണന്മാരുടെ തമ്മിൽ ഇവർ പ്രണയകഥം ഉണ്ടായതല്ലേ. അവിടെ തമിഴ്നാട്ടിലൊരു മഹാത്മാ പറയാനുണ്ട്, അത് സിൽവർ ജൂബിലി വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ ഇവിടെയും സിൽവർ ജൂബിലി വെഡ്ഡിങ് ഡേ അല്ല ആഘോഷിച്ചു അദ്ദേഹം, ചന്ദ്രശേഖര ശർമ്മ. അദ്ദേഹത്തോടൊപ്പം നമ്മൾ ആഘോഷിച്ചു. എന്തായാലും ഇന്ന് നമുക്ക് രാജസൂയം കഥ പറയും മുമ്പ് അതേക്കുറിച്ച് കുറച്ച് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഹരിവംശം എന്ന മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗ്രന്ഥമാണ് ഹരിവംശം. മഹാഭാരതം എഴുതിയ വ്യാസൻ. അത് ഹരിവംശം കൂടി ചേർക്കുമ്പോഴാണ് 1,00,000 അധികം വരണം. 1.25 ലക്ഷമാണ് മഹാഭാരതം. അപ്പോൾ ഹരിവംശം അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം കൃഷ്ണൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ വിസ്തരിച്ച് വേണ്ട വിധത്തിൽ. അപ്പോൾ കൃഷ്ണ കഥ പറയാൻ വേണ്ടിയാണ് ഹരിവംശം ചെയ്തു. പക്ഷേ അത് വേണ്ട രീതിയിലായിട്ടില്ല. അതൊരു രാജതലമായി പോയി. ഭാഗവതം പോലെ നല്ല സാത്വിക ഭാഗവത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നാരദൻ പറഞ്ഞ ശേഷം സാത്വിക ഒരു മുഖ്യത്വം സാത്വിക ഭാവത്തിന് കൊടുത്തുകൊണ്ടാണ് ഭാഗവതം. പക്ഷേ രാജസഭാവത്തിൽ എന്ന് പറയേണ്ടി വരും. ഹരിവംശം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ജനമേജയൻ
വ്യാസനോട് ചോദിക്കുന്ന ചില ശ്ലോകങ്ങൾ അവിടെ ഉണ്ട്. അനുമാന്യതു സർവജ്ഞം പൃച്ഛാമി ഭഗവന്നഹം ഹേതു കുരൂണാം നാശസ്യ രാജസൂയോ മതോ മമ. ഈ കുരുവംശത്തിൻ്റെ ക്ഷയത്തിന് നാശത്തിന് കാരണം അവർ ചെയ്ത രാജസൂയ യാഗം എന്നാണ് ഞാൻ അനുമാനം ചെയ്യുന്നു. കാരണം പണ്ട് ഇതിനു മുമ്പ് പല രാജസൂയം നടന്നിട്ടുണ്ട്. രാജസൂയസ്തു സോമേന ശ്രൂയത്തെ പൂർവമാഹൃത തസ്യാന്തേ സുമഹത് യുദ്ധം അഭവത് താരകാമയം. സോമൻ രാജസൂയാഗം ചെയ്ത ചില ആൾക്കാരുണ്ട്. പണ്ട് ചന്ദ്രൻ ചെയ്തു. അത് രാജസൂയം ചെയ്തവർക്കാണ് രാജാവെന്ന് പേര്. സോമോ രാജ, വരുണോ രാജ എന്നൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. കാരണം രാജസൂയം ചെയ്യുമ്പോഴാണ് അവർ ഒറിജിനൽ രാജാവായിട്ട് ആകുന്നത്. അപ്പോൾ രാജസൂയം ചന്ദ്രൻ ചെയ്തപ്പോൾ എന്തായി? വലിയ യുദ്ധം, താരകാമയം. അത് ഒരു വലിയ യുദ്ധം ഉണ്ടായിരുന്നു. ബൃഹസ്പതിയുടെ ഭാര്യ താര ചന്ദ്രൻ്റെ ഒപ്പം പോയി. അത് മൂലം വലിയ ദേവാസുര യുദ്ധം ഉണ്ടായി. ബൃഹസ്പതിക്ക് സഹായമായിട്ട് മഹാദേവനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. വലിയ യുദ്ധം ഉണ്ടായിരുന്നു. പിന്നെ വരുണൻ രാജസൂയം നടത്തി. ആഹൃതോ വരുണേനാഥ തസ്യാന്തേ സുമഹാക്രതോഹോ ദേവാസുരം മഹായുദ്ധം സർവഭൂതക്ഷയാവഹം. ഒவ்வொரு രാജസൂയം നടക്കുമ്പോഴും ഒരു വലിയ യുദ്ധം നടക്കുന്നു. അടുത്ത് പിന്നെ വരുണൻ രാജസൂയം നടത്തുമ്പോൾ ദേവാസുര യുദ്ധം ഉണ്ടായി. പിന്നെ ഹരിശ്ചന്ദ്രൻ രാജസൂയം നടത്തി. ഹരിശ്ചന്ദ്രശ്ച രാജഋഷിക്ക് കൃതിമേനമുപാഹരത് തത്രാപി ആടീഭകം നാമ യുദ്ധം ക്ഷത്രിയനാശനം. അപ്പോൾ സാധാരണ ക്ഷത്രിയന്മാരുടെ ഇടയിൽ യുദ്ധം വരുമ്പോൾ ഇപ്പോൾ അവരുടെ പുരോഹിതന്മാർക്ക് യുദ്ധമായി. അത് വിശ്വാമിത്രനുക്കും വസിഷ്ഠനുക്കും രണ്ടുപേരും ആടീഭകം 2 പക്ഷി രൂപത്തിലുണ്ടായി വലിയ യുദ്ധം അവർ ചെയ്തു. അതാണ് പിന്നെ പാണ്ഡവൻ രാജസൂയം നടത്തി. തത്തോനന്തര മാർഗേന പാണ്ഡവേന അതിദുസ്തര മഹാഭാരത ആരംഭ സംഭൃതോ അഗ്നിരിവക്രതു. ഇവിടെയും രാജസൂയം നടന്ന ശേഷം പിന്നെ മഹാഭാരത യുദ്ധം നടന്നു. അപ്പോൾ എന്താ കാരണം? യജ്ഞമൊക്കെ നല്ലതാണ്, യജ്ഞം നല്ലതാണ്, പക്ഷേ അത് വേണ്ട വിധത്തിൽ ചെയ്യണം. നാസ്തി യജ്ഞസമോ റിപുഹു ആണ് പറയാനുണ്ട്. യജ്ഞം നല്ലതാണ്, പക്ഷേ അതിന് വലിയ ശത്രു. എങ്ങനെയാണ് ശത്രു ആവണം? പറയാറുണ്ട്. അന്നഹീനോ ദഹേദ്രാഷ്ട്രം മന്ത്രഹീനന്തു ഋത്വിജം യജമാനം ദാനഹീന നാസ്തി യജ്ഞസമോ റിപുഹു. അന്നഹീനോ ദഹേദ്രാഷ്ട്രം. എത്ര വലിയ യജ്ഞം നടന്നാലും അന്നദാനം പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലാത്തിലും അന്നദാനം നടക്കുന്നുണ്ട്. സപ്താഹം വായനയ്ക്ക് ആളുകൾ ഉള്ളതൊക്കെ അന്നദാന പദ്ധതി കൂടുതൽ ഉണ്ടാവും. കുഴപ്പമില്ല, എല്ലാവരും അവിടെ വന്ന് അത് കഴിച്ചോളൂ. അത് കഴിച്ചാലേ ഇവിടെ വരാൻ തോന്നുള്ളൂ. നല്ല ആഹാരം കഴിച്ചാലേ ഇവിടെ വരാൻ തോന്നുള്ളൂ. അപ്പോൾ അതിന് ആദ്യം അവിടെ പോകേണ്ടി വരും. അപ്പോൾ അന്നഹീനോ ദഹേദ്രാഷ്ട്രം. അന്നദാനമില്ലാതെ യജ്ഞം ചെയ്യുമ്പോൾ അത് രാഷ്ട്രത്തിന് സങ്കടമുണ്ടാക്കും. മന്ത്രഹീനന്തു ഋത്വിജം. വേണ്ട വിധത്തിൽ മന്ത്രം ഇവിടെ വായിക്കുന്നവർ ഞങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വായിച്ച് കൊണ്ടുപോകണം. ഒരാൾ നോക്കാനില്ലെങ്കിലും പിന്നെ പേപ്പറെങ്ങനെ മടക്കാൻ പാടില്ല. ഇവിടെ ഇവിടെ വന്ന നല്ല ആചാര്യന്മാരാണ്, പേടിക്കേണ്ട. അപ്പം മന്ത്രഹീനന്തു ഋത്വിജം. മന്ത്രം വേണ്ട വിധത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഋത്വിക്കൾക്ക് അത് സങ്കടമുണ്ടാക്കും. യജമാനം ദാനഹീന. പിന്നെ ആചാര്യന്മാർക്ക് പറഞ്ഞ ദക്ഷിണ കൊടുക്കണം. കൂടുതൽ കുഴപ്പമില്ല, അത് കുറയ്ക്കാൻ പാടില്ല. യജമാനം ദാനഹീന. അങ്ങനെ വേണ്ട വിധത്തിൽ യജ്ഞം ചെയ്തില്ലെങ്കിൽ നാസ്തി യജ്ഞസമോ റിപുഹു. യജ്ഞത്തിന് സമമായ ശത്രു ഇല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ചെയ്തു ഇവർക്ക് തദസ്യ മൂലം യുദ്ധസ്യ ലോകക്ഷയ കഥസ്തു രാജസൂയോ മഹായജ്ഞ കിമർത്ഥം ന നിവാരിത. ഇവിടെ ചോദിക്കുന്നു ജനമേജയൻ വ്യാസനോട്, നിങ്ങൾ വലിയ മുത്തശ്ശനല്ലേ, നിങ്ങൾ പറയണ്ടേ രാജസൂയം നടന്നതൊക്കെ പിന്നെ വലിയ യുദ്ധം നടന്നു, ഇപ്പോൾ ഈ ചെയ്യേണ്ട പറയണ്ടേ? അപ്പോൾ വ്യാസൻ പറയുന്നു, കാലേന വിപരീതാസ്തേ തവ പൂർവ പിതാമഹാഃ നമാം ഭവിഷ്യം പൃച്ഛന്തി നചാപൃഷ്ടോ ബ്രവീമ്യഹം. എല്ലാവരും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ കാലം കൊണ്ട് അവർക്ക് ചെയ്യാൻ തോന്നിപ്പോയി. പിന്നെ രാജസൂയം നടത്തിയാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്നോട് ചോദിക്കണ്ടേ? ചോദിച്ചാലേ ഉത്തരം പറയാമല്ലോ. ശിഷ്യൻ ചോദിക്കണം, പിന്നെ ഗുരുനാഥൻ മറുപടി ഉപദേശം കൊടുക്കണം. ചോദിക്കാതെ പറയാൻ പാടില്ല. എല്ലാ ദിക്കിലും അങ്ങനെയല്ലേ. അപ്പം നമാം ഭവിഷ്യം പൃച്ഛന്തി എന്നാ അവർ ചോദിച്ചിട്ടില്ലേ? അതുകൊണ്ട് ചോദിച്ചാൽ കൊണ്ട് നചാപൃഷ്ടോ ബ്രവീമ്യഹം. പിന്നെ എന്തൊക്കെ നടക്കും ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നുവോ അത് മാറ്റാൻ നമ്മ കൊണ്ട് വയ്യ.
എന്താ കാരണം? സാമർഥ്യഞ്ച നപശ്യാമി ഭവിഷ്യസ്യ നിവർത്തനേ. എന്താ നടക്കാൻ പോകുന്നുവോ, നടക്കാൻ പോകുന്ന കാര്യം അത് ഭഗവാൻ തീരുമാനിച്ചത് എന്ന് പറയാറുണ്ടല്ലോ. ഹരിനാപി ഹരേനാപി ബ്രഹ്മണാപി ലലാട്ട ലിഖിതാരേഖ പരിഹർത്തും പരിമാർഷ്ടും നശക്തേ. അങ്ങനെ ഒരു ശ്ലോകം പറയാറുണ്ട്. ഹരിനാപി ഹരേനാപി അങ്ങനെയൊക്കെ ആരെക്കൊണ്ടും തലയെഴുത്ത് മാറ്റാൻ വയ്യ. അതുകൊണ്ടാണ് സാമർഥ്യം നജ നപശ്യാമി ഭവിഷ്യസ്യ നിവർത്തനെ പരിഹർത്തും നശക്യാഹി കാലേന വിഹിതാഗതി. കുറച്ച് ശ്ലോകം തന്നെയുണ്ട്. വ്യാസനക്ക് ഒരു നല്ല ശിഷ്യൻ ഉണ്ടായിരുന്നു. വ്യാസൻ്റെ ശിഷ്യൻ ദാസനായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദാസൻ എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ ജാതകം നോക്കി വ്യാസൻ ജാതകം നോക്കുമ്പോൾ ആ ശിഷ്യനക്ക് വയസ്സ് 16 എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വ്യാസനക്ക് സങ്കടം. ഇത്ര നല്ല ശിഷ്യൻ 16 വയസ്സ് പോയാൽ ശരിയാവില്ലല്ലോ. ഈ ശിഷ്യൻ്റെ വയസ്സ് കൊണ്ട് കൂട്ടണം തീരുമാനിച്ചു. ഉടനെ ശിഷ്യനെ വിളിച്ചു കൊണ്ടുപോയി നേരാ യമധർമ്മരാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ ശിഷ്യൻ്റെ വയസ്സൊന്ന് കൂട്ടിയാൽ കൊള്ളാം. നിങ്ങൾ ആയുസ്സെടുക്കുന്ന ആളല്ലേ, അയാളോട് ആദ്യം എടുക്കേണ്ട പറയാം വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, അത് എനിക്ക് മുകളിൽ വേറെ ആളുണ്ട്, മൃത്യു എന്നൊരാളുണ്ട്, അയാളാണ് ആദ്യം പോകുന്ന ആൾ. മൃത്യുവോട് ചോദിക്കാം, അപ്പം നിങ്ങളൊന്ന് ശിപാർശന് വരണം. മൃത്യുവിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ മൃത്യു പറഞ്ഞു, എനിക്ക് മുന്നിൽ വേറെ ഒരാളുണ്ട്, കാളൻ. അവൻ കൃത്യം സമയമായാൽ നീ തീരുമാനിക്കുന്ന ആളാണ്, പോയി എടുത്തു വന്നോളൂ. പറയാൻ ഒരാൾ വേണ്ടേ? അപ്പോൾ കാളനോട് പറഞ്ഞാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വരൂ. പിന്നെ യമൻ, മൃത്യു, കാളൻ 3 പേർ 2 പേര് ചെന്ന് കാളൻ്റെ അടുത്ത് ചെന്നു. കാളൻ പറഞ്ഞു, ഞാനായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഒരാളുടെ ജീവിതം എടുക്കാനോ തിരിച്ചു കൊടുക്കാനോ വയ്യ. അവിടെ എല്ലാവർക്കും ഒരു ഓലച്ചുവടി, ഒരു ഓല വച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് ആയസ്, എന്താണ് അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയേ ഞങ്ങൾ പോവുള്ളൂ. ഈ കാലത്ത് പറയണമെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ മുറിയുണ്ട്. അവിടെ പോയാൽ ഒരു വലിയ കമ്പ്യൂട്ടർ ഉണ്ടാകും. അതിൽ ഓപ്പൺ ചെയ്താൽ ഓരോ ആൾക്കും ഒരു ഫയൽസും ഉണ്ടാവും. ആ ഫയൽ ഓൺ ചെയ്താൽ അവർക്ക് എന്തൊക്കെ അവരുടെ വിഷയമൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഉടനെ വ്യാസൻ്റെ ശിഷ്യൻ ദാസൻ, വ്യാസൻ, കാലൻ, മൃത്യു എല്ലാവരും ആ മുറിയിലേക്ക് ചെന്നു. അവിടെ പോയി അവിടെ ഓല എടുത്തപ്പോൾ അവിടെ ഈ ദാസൻ്റെ ഓല ഉണ്ടായിരുന്നു. അത് എടുത്ത് വായിച്ചു. എന്താ എഴുതിയിരിക്കുന്നു? യഥാ വ്യാസശ്ച ദാസശ്ച കാലോ മൃത്യുസ്തഥാ യമഃ ഭവിതവ്യഗൃഹം യാന്തി തഥാ ദാസോ മരിഷ്യതി. ഈ മുറിയിലേക്ക് എപ്പോഴാണ് വ്യാസൻ, ദാസൻ, കാലൻ, മൃത്യു യവനെല്ലാം ഒന്നിച്ച് ചേരുമോ അപ്പം ആ ശിഷ്യൻ പോകും. മര്യാദയ്ക്ക് ഇരുന്ന ശിഷ്യനെ ആയുസ് കൂട്ടാനാണ് അദ്ദേഹം കൊണ്ടുപോയി. ആയുസ് കൂട്ടാനോട് കൊണ്ടുപോയപ്പോൾ എന്തായി? ഈ മുറിയിലെ എത്തിച്ചേരുമ്പോൾ ദാസൻ്റെ കഥ കഴിയും. ശ്ലോകം വായിച്ചു, കഥ കഴിഞ്ഞു. അത് വ്യാസന് നല്ല അനുഭവം ഉണ്ടല്ലോ. അതാണ് എന്താ പറയുന്നു, പരിഹർത്തും സാമർഥ്യഞ്ച നപശ്യാമി. എൻ്റെ അനുഭവം കൊണ്ട് സാമർഥ്യഞ്ച നപശ്യാമി ഭവിഷ്യസ്യ നിവർത്തനെ പരിഹർത്തും നശക്യാഹി കാലേന വിഹിതാഗതി. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾക്ക് പോകും. കാരണം രാഷ്ട്രീയമാകുമ്പോൾ പല ആൾക്കാരോട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ചില ആൾ സന്തോഷത്തോട് ധനം കൊടുക്കുമ്പോൾ അതുകൊണ്ട് സ്വീകരിച്ച് നമ്മൾ സത്കാര്യം നടത്തുമ്പോൾ അത് നല്ല ഗുണമുണ്ടാവും. നമ്മൾ പിരിവിക്ക് പോകാറുണ്ടല്ലോ, സത്താത്തിന് കൊടുക്കണം. ചില ആൾ സന്തോഷത്തിന് കൊടുക്കും. ചില വന്നല്ലോ ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ വയ്യ, വേണ്ടപ്പെട്ട ആളെ വിളിച്ച് വേണം കൊണ്ടുപോകണം മിക്കവാറും. അപ്പോൾ ഇഷ്ടമില്ലാതെ ഒരാൾ ദാനം കൊടുക്കുമ്പോൾ എന്താവും? ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ശൗചങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സർവേഷാമേവ ശൗചാനാം അർത്ഥശൗചം പരം സ്മൃതം യോർത്ഥ്യേ ശുചി സഹി ശുചി നമൃദ്വാരി ശുചി എന്നാണ് പറയുന്നത്. എല്ലാ ശുദ്ധത്തെക്കാൾ ധനത്തിൻ്റെ ശുദ്ധം അത്യാവശ്യമാണ്. നല്ല വൈറ്റ് മണിയാണ് ഭഗവാനുക്ക് വേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ശുക്ലേന ഉപാർജിതേന വാ മാമ്യജന്തേ. വൈറ്റ് മണീന്ന് പണ്ടേ ഭഗവാൻ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ പണ്ട് തന്നെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ശുക്ലേന ഉപാർജിതേന വാ, ശുക്ലമായ നല്ല വൈറ്റ് മണി കൊണ്ട് ഭഗവാനെ പൂജിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നു. ഇപ്പം മിക്കവാറും അമ്പലത്തിൽ കൊടുക്കുന്നതൊക്കെ ബ്ലാക്ക് മണിയാണ് കൊടുക്കുന്നു. എന്തായാലും ഭഗവാൻ വൈറ്റാക്കി തരുവ് വിചാരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നു. ആവട്ടെ.
അപ്പോൾ വിഷയം എന്താ അവിടെ? അർത്ഥശൗചം പരം സ്മൃതം. അർത്ഥശൗചം, ധനം വളരെ ശുദ്ധമായിട്ട് വേണം. അതാണ് കലിയുഗത്തിൽ ഇത്ര ദോഷങ്ങൾക്ക് വരാൻ എന്താ കാരണം? കലവും കൽമഴ ചിത്താണ്. കൽമഴ ചിത്തമായി പോകാൻ എന്താ കാരണം? പാപദ്രവ്യോപജീവിന. നമ്മൾ ഒരാളുടെ പണം മേടിക്കുമ്പോൾ അയാൾ എങ്ങനെ ഉണ്ടാക്കി നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ മേടിക്കുമ്പോൾ അവരുടെ പാപം ഇത് ധനത്തിൽ നമുക്ക് വരും. പാപദ്രവ്യോപജീവിനാം വിധിക്രിയാവിഹീനാനാം ഗതിഹി ഗോവിന്ദ കീർത്തനം. അതുകൊണ്ടാണ് പറയുന്നു ഋതം ഉഞ്ചശീലം പ്രോക്തം. ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മണന്മാർ എങ്ങനെ ജീവിക്കണം? ഉഞ്ചം ശീലം, അതിന് ഋതം എന്നാണ് പേര്. പണ്ട് കൃഷിസ്ഥലത്തിൽ ഇങ്ങനെ കൊയ്ത് കൊണ്ടുപോയ ശേഷം കുറച്ച് നെല്ലുകൾ അവിടെ പാടത്തിലുണ്ടാവും. അത് എടുത്ത് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അതാണ് ഋതം എന്ന പേര്. അല്ല, അതിൻ്റെ പേരാണ് ഉഞ്ചം. പിന്നെ അത് കൊയ്ത് എടുത്ത ശേഷം അത് ഒരു പാറയിൽ അടിക്കും. അതാണ് ശീലം. ശീലത്തിൽ അടിക്കുമ്പോൾ അത് എടുത്തു പോവും. അത് അടിച്ച് താഴെ വീഴുന്നത് എടുത്തു പോകുമ്പോൾ അവിടെയും കുറച്ച് ബാക്കി ഉണ്ടാവും. കുറച്ച് പക്ഷികൾക്ക് അവർക്ക് ഇപ്പോഴൊക്കെ ഒന്നും മണ്ണ് പോലും ഉണ്ടാവില്ല, എല്ലാം കൊണ്ടുപോകുന്നു. അവിടെ ഇല്ലാതെ കുറച്ച് അവിടെ ഇട്ട് വയ്ക്കും. അതാണ് ശീലം. അത് എടുത്ത് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. ഋതം ഉഞ്ചശീലം, ഉഞ്ചം ശീലം, അത് രണ്ട് ചേർത്താണ് ഉഞ്ചം ശീലം, ഉഞ്ചശീലം. അത് ഉഞ്ചവൃത്തി പറയുന്നു. ഇപ്പോൾ അമൃതം ഏത് അയാചിതം, ചോദിക്കാതെ എന്ത് തരേണ്ടവോ അത് മേടിച്ചു പോയാൽ അത് അമൃതമാണ്. മൃതന്തു നിത്യയാജ്ഞാസ്യാത്, എല്ലാ ദിവസവും ഇത്ര വേണം ചോദിച്ച് മേടിച്ചാൽ അത് മരണതുല്യമാണ്. പ്രമൃതം കർഷണം സ്മൃതം, ഇത്ര കിട്ടിയാലേ കരാറായിട്ട് ചെയ്യുന്നത് പോലെ ഇത്ര കൊടുത്താലേ ഞാൻ വരുള്ളൂ. ഇങ്ങനെ മേടിച്ച് കൊണ്ടുപോയാൽ ഉണ്ടാവും അത് പ്രമൃതം. അത് ഇതാണ് മരണം. അത് പ്രകർഷയുടെ മരണതുല്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ രാജസൂയമൊക്കെ നടത്തിയ ശേഷം വലിയ യുദ്ധമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അർത്ഥശുദ്ധി ആവശ്യം. അതാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം. ഇടയെ സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ഇവിടെ പൂജയെക്കുറിച്ചാണ് പറയേണ്ടത്. കാരണം ശ്ലോകം തന്നത് അങ്ങനെയാണ്. സമർഹ്യ ഋഷികേശം പ്രീതഃ പ്രണയവിഹ്വളഃ. മഹാഭാരതത്തിൻ്റെ കാര്യം ഒന്ന് കുറച്ച് കൂട്ടിച്ചേർക്കാം. നാരദൻ എല്ലാ ദിക്കിലും പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ നാമം ജപിച്ച് പോവും. അങ്ങനെ നാമം ജപിച്ച് പാണ്ഡവന്മാരുടെ കൊട്ടാരത്തിലേക്ക് എത്തി. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ. ഉറങ്ങിയോ? എല്ലാവരുടെ ശബ്ദം കേൾക്കണമല്ലോ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ ജയ രാധേ 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 രാധേ, ജയ രാധേ രാധേ രാധേ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ, മനമോഹന കൃഷ്ണ. നാമം ജപിച്ച് നാരദൻ പാണ്ഡവന്മാരുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ധർമ്മപുത്രൻ ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞാനിപ്പോൾ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം എല്ലാ ദിക്കും ഇങ്ങനെ പോകാറുണ്ടല്ലോ. ഇവിടെ ചില ആൾക്കാർ ഫാരിനിൽ സപ്താഹം നടത്തുന്നത് പോലെ അദ്ദേഹം ഫാരിൻ സപ്താഹം ഒക്കെ പോകുന്ന ആളാണ്. നാരദം പൂജയാമാസ വിധിവത്ത് നാരദം സുരപൂജിതം എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ ദിക്കിലും അങ്ങനെ പോകും. സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ അച്ഛന്മാരെ കണ്ടു. നിങ്ങളുടെ അച്ഛനായ പാണ്ഡുവിനെ കണ്ടു. നിങ്ങളുടെ അച്ഛനായ പാണ്ഡു മഹാരാജാവ് നിങ്ങളുടെ ഒരു വിഷയം എന്നോട് പറഞ്ഞു വിട്ടു. കാരണം അവിടെ രാജസൂയാഗം നടത്തിയവർക്കൊക്കെ വലിയ ട്രീറ്റ്മെൻറ്റാണ്. സാധാരണക്കാർക്ക് സാധാരണ കസേരയാണ്. രാജസൂയം നടത്തിയവർക്ക് നല്ല കുഷനിട്ട കസേരയാണ്. സാധാരണ രാജാക്കൾ സാധാരണ ഫാനേ ഉള്ളൂ. രാജസൂയുള്ളവർക്ക് നല്ല എയർ കണ്ടീഷൻ ഉള്ള മുറി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്.
സാധാരണ രാജാക്കൾക്ക് ഇത് വെള്ളി തട്ടാണെങ്കിൽ അവർക്ക് സുവർണ്ണ തട്ട്, അങ്ങനെ അവർ പ്രത്യേകം ഒരു അവരെ പൂജ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് രാജസൂയം ചെയ്യാനുള്ള സമയമില്ലേ, കാരണം അതിന് മുമ്പ് തന്നെ അദ്ദേഹം വേഗം ചെറുപ്പത്തിൽ പോയത് കൊണ്ട് എനിക്ക് പാണ്ഡവന്മാർ ചെയ്താൽ നന്നായി. ചില ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ CA പഠിക്കാൻ തീരുമാനിച്ചു, പക്ഷേ എന്നെ കൊണ്ടായിട്ടില്ലേ, അപ്പോൾ എൻ്റെ മകനെ എങ്ങനെയും CA പഠിപ്പിക്കണം, നിനക്ക് തന്നെ പറ്റില്ലേ, പിന്നെ എന്നെ മകനെ എങ്ങനെ പഠിപ്പിക്കും, നിൻ്റെ പുത്രനല്ലേ. ചില ആളുകൾ അങ്ങനെ, ഞാൻ പഠിക്കാതെ എൻ്റെ മകനെ കൊണ്ട് ചെയ്യണം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യിപ്പിച്ചോളൂ, കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇവർക്ക് ശക്തന്മാരാണ്. അതുകൊണ്ട് പാണ്ഡു പറഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രാജസൂയം, അപ്പോൾ എൻ്റെ പുത്രന്മാർ ചെയ്താൽ, കാരണം എൻ്റെ പുത്രന്മാർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ കണക്കിന് എനിക്കും അവിടെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റും ഒക്കെ സ്വർഗത്തിൽ കിട്ടും. ഇങ്ങനെ പാണ്ഡു പറഞ്ഞപ്പോൾ സന്തോഷം ധർമ്മപുത്രനുക്ക്. പക്ഷേ രാജസൂയം നടത്തണമെങ്കിൽ എല്ലാവരും രാജാക്കളുടെ അനുമതി വേണ്ടേ, എല്ലാവരും ജയിക്കാൻ പറ്റും, പക്ഷെ ഭഗവാനെ എങ്ങനെ ജയിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഭഗവാനോട് വിഷയം അറിയിച്ചു അദ്ദേഹം. നാരദനോട് തന്നെ പറഞ്ഞു, ഭഗവാനോട് വിഷയം അറിയിച്ചോളൂ. അതിനു മുമ്പാണ് ജരാസന്ധൻ പേരുള്ള രാജാവ് ഐതേദ്വേ സ്ഥാന്യഷ്ടൗ 20,800 രാജാക്കന്മാരെ ജയിലിൽ പിടിച്ച് വെച്ചിരിക്കുന്നു. അവരൊക്കെ ഒരു ദൂതനെ പിടിച്ച് ഒരു സന്ദേശം ഭഗവാനക്ക് പറഞ്ഞയക്കുന്നു. ആ ദൂതനാണ് ആദ്യം അവിടെ എത്തി. ഇവിടെ ഭഗവാന്റെ ദിനചര്യ അധ്യായത്തിലാണ്, 70ാമത്തെ അധ്യായത്തിൽ നിന്നാണ് തുടങ്ങുന്നു രാജസൂയ കഥകളൊക്കെ. അഥോഷസ്യുപവൃത്തായാം കുക്കുടാൻ കൂർജതോഷപണ്ണ് ഗൃഹീതകണ്ഠ്യപദിവിഃ മാധവ്യോ വിരകാതുരാഹ അഥോഷസ്യുപവൃത്തായാം. ഭഗവാൻ സഭയിൽ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സഭയിൽ എത്തിച്ചേർന്നു. ഇതിൽ വിസ്തരിക്കാനുള്ള സമയമില്ല, കാരണം നമുക്ക് സമർഹയ ഋഷികേശം അങ്ങനെയാണ് പ്രധാനം പോകേണ്ടത്. ഭഗവാൻ സഭയിലിരിക്കുമ്പോൾ ഈ ദൂതൻ വന്നു. രാജാക്കൾ പറഞ്ഞു വിട്ട ദൂതൻ അവരുടെ ശരണാഗതി നിവേദനം. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭജഭഞ്ജന വയം ത്വാം ശരണം യാമഹ ഭവഭീതാ പൃഥഗ്ധിയഃ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ, ഈ സംസാരത്തെ കണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ലോകോ വികർമ്മ നിരതഃ, ജനങ്ങൾക്ക് എപ്പോഴുമേ വികർമ്മം ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം. കുശലേ പ്രമത്തഃ, ധർമ്മത്തിലുള്ള കാര്യത്തിൽ അത്ര ഇഷ്ടമില്ല. കർമ്മന്യം ത്വതുദിതേ ഭവദർച്ചനേസ്വേ യസ്താവദസ്യ ബലവാനിക ജീവിതാസാം സദ്യശ്ച നിമിഷായ നമോസ്തു തസ്മൈ. ഭഗവാന്റെ പൂജാതി കാര്യങ്ങളിൽ അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഉള്ളവർക്കാണ് ഭഗവാൻ കാലരൂപത്തിൽ നീ അവരെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുന്നു. നീ സജ്ജനങ്ങളെ രക്ഷിക്കാനും സദ്ദർശനായ ഖലനിഗ്രഹണായ ചാന്യ, സാധുക്കളെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും അവതരിച്ച് നിൻ്റെ കാര്യത്തിന് ഒരാൾ വിഘ്നം വരുത്തുന്നു. ആരാണ്? ഈ ജരാസന്ധൻ. ഞങ്ങൾക്ക് ഇപ്പം നൃപസുഖമൊക്കെ സ്വപ്നം പോലായി. സ്വപ്നായിതം നൃപസുഖം പരതന്ത്രമീശ ശശ്വത്ഭയേന മൃതകേന ധുരം വഹാമഹ. നിങ്ങളുടെ ഭക്തന്മാരെ ഞങ്ങളെ ഈ രാജാവ് മൃഗരാരിവ അവീഹി, എങ്ങനെയാണ് ഒരു സിംഹം ഈ ആടുകളെ പിടിച്ച് കഷ്ടപ്പെടുത്തുമ്പോൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുഷ്മത് പ്രജ രുചതിനോ അജിതത വിദേഹി, നിൻ്റെ പ്രജകളാണ് ഞങ്ങളെ ഈ ജരാസന്ധൻ വളരെ ബുദ്ധിമുട്ടിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേ. ദീനാനാം ശമം വിധീയതാം, ഇത് അവരുടെ പ്രാർത്ഥന. പിന്നെ ഈ ദൂതനും പറയുന്നു ദീനാനാം ശമം വിധീയതാം, ദീനന്മാരായ ഈ രാജാക്കന്മാരെ ഒന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൂതർക്ക് മറുപടി പറയും മുമ്പ് തന്നെ നാരദൻ പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നു. ബിഭ്രത്തിംഗതാഭാരം പ്രാദുരാസി യഥാരവിഹി. നമ്മൾ വലിയ മഹാത്മാക്കളുടെ ചിത്രം, ഭഗവാന്റെ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ ഒരു സൂര്യൻ്റെ ഒളിവട്ടം നമ്മൾ ഇടാറുണ്ട്. ഇടേണ്ട ആവശ്യമില്ല, അവർ ഒറിജിനൽ ഇരിക്കുമ്പോൾ അവിടെ തന്നെ സൂര്യൻ പോലെ പ്രകാശിക്കും. എൻ്റെ ഗുരുനാഥൊക്കെ എത്ര വലിയ സഭയിൽ இருந்தாலும் ഒരാൾ இருந்தாൽ മതി, മുഴുവൻ സഭ നിറഞ്ഞത് പോലെ തോന്നും. നമ്മൾ 10 പേര് ഏരിയ സഭ ഒന്നും കഴിയുന്നില്ലേ, കാരണം അവർക്ക് അവരുടെ ഒളിവട്ടം അവരുടെ സ്വന്തം കാന്തിയാണ്, തപശക്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത് പ്രാദുരാസി യഥാരവിഹി. സൂര്യനെ പോലെയാണ് തിളങ്ങിക്കൊണ്ട് നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു.
ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അതേക്കുറിച്ച് ഭഗവാൻ അങ്ങോട്ട് ചോദിക്കും. പൂർവഭാഷീച്ച രാഘവ, പൂർവഭാഷി, മിതഭാഷി, മധുരഭാഷി എന്നൊക്കെ രാമനെ പറയുന്നു രാമായണത്തിൽ. അതേപോലെയാണ് കൃഷ്ണൻ. ഇപ്പോൾ നാരദൻ പാണ്ഡവന്മാരെ കുറിച്ച് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നാരദനോട് ഭഗവാൻ അങ്ങോട്ട് ചോദിക്കുന്നു, അഥ പൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം, പാണ്ഡവന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇത് ഭഗവാൻ ഓർമ്മ. എൻ്റെ ഗുരുനാഥനോട് ഒരാൾ പറയാൻ വരും, ഒരു ഗൃഹപ്രവേശം വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനെ ഗുരുനാഥൻ വന്ന് നടത്തി തരണം ചോദിക്കാൻ വരും. വരുമ്പോൾ തന്നെ ഗുരുനാഥൻ ചോദിച്ചു, വീടൊക്കെ ഇല്ലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ, എപ്പോഴാണ് ഗൃഹപ്രവേശം ചോദിക്കും. കഴിയുമ്പോൾ അവർക്ക് സന്തോഷം, ഈ ഡേറ്റ് ഇതാണ്, ഗുരുനാഥൻ വരണം. അപ്പോൾ ആര് എന്താണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നുവോ അതേക്കുറിച്ച് തന്നെ ആദ്യം തന്നെ അവിടെ ചോദിച്ചു. അതാണ് അധ പൃച്ഛാമഹേഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. ഭഗവാൻ ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, അവിടെ ധർമ്മപുത്രന് ഒരു യാഗം നടത്താൻ ആഗ്രഹം. അത് രാജസൂയമാണ്. പക്ഷേ രാജസൂയത്തിൽ എന്താ കാരണം? തസ്മിൻ ദേവകൃതുവരെ ഭവന്തം വൈസുരാദയഃ ദിദൃക്ഷവഃ സമീക്ഷ്യന്തി രാജാനശ്ച യശസ്വിനഃ. ആ രാജസൂയാഗത്തിൽ ദേവന്മാർക്ക് നിന്നെ കാണാൻ ആഗ്രഹം. കാരണം ദേവന്മാർക്ക് സമയം കിട്ടുന്നില്ലേ കൃഷ്ണനെ കാണാനേ. കാരണം എപ്പോഴൊന്നും ഭയങ്കര ബിസിയാണ് കൃഷ്ണൻ. പണ്ട് വൃന്ദാവനത്തിൽ വന്നിരുന്നു ദേവന്മാർക്ക് കൃഷ്ണനെ കാണാൻ. അപ്പോഴും ഭഗവാൻ ദേവന്മാരോട് സംസാരിക്കാൻ സംസ്കൃതത്തിൽ സംസാരിക്കാൻ ഭഗവാൻ ആഗമന കാരണം കി ഇങ്ങനൊക്കെ ചോദിക്കരുത്. അത് അത്രയ്ക്ക് ഇഷ്ടമില്ല ഭഗവാൻ. ഹി 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 കാണാൻ ഈ പശുക്കളുടെ ഹി ഹി ഹേ ഹേ തന്നെ പശുക്കളോട് ഓടിക്കൊണ്ടിരിക്കുന്നു. അവരെങ്ങനെ കാത്തിരിക്കുന്നു. പിന്നെ പശുക്കളെ മേയ്ക്കാനാണ് ഭഗവാൻ അതോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവന്മാർക്ക് ഭഗവാനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലേ. ഇപ്പോൾ രാജസൂയ നടത്തുമ്പോൾ കൃഷ്ണൻ്റെ പ്രാധാന്യത്തിൽ നടത്തുമ്പോൾ ഇന്ദ്രായ സ്വാഹ, ഇന്ദ്രൻ വന്ന് സ്വീകരിക്കണ്ടേ. അപ്പോൾ ഇന്ദ്രൻ വരും കൃഷ്ണനെ നോക്കി സ്വാഹാൻ വേണ്ട അവിഭാഗം. തസ്മിൻ ദേവ കൃതുവരെ ഭവന്തം വൈ സുരാജയ ദിദൃക്ഷവഃ സമീക്ഷ്യന്തി രാജാനശ്ച യശസ്വിന. ബാക്കി രാജാക്കന്മാർ എത്തിച്ചേരും. ദേവന്മാരൊക്കെ നിന്നെ രാജയാഗത്തിൽ കാണാൻ ഓടിയെത്തും. കാരണം കാണാൻ തന്നെ വലിയ ഭാഗ്യം. കാണണ്ട. ശ്രവണാത് കീർത്തനാത് ധ്യാനാത് പൂയന്തേന്തേ വസായിനഃ തവ ബ്രഹ്മമയസ്യേഷ കിമുതേ ഈക്ഷാഭിമർശിനഃ. ശ്രവണാത് നമ്മൾ കൃഷ്ണനെ നേരിട്ട് കണ്ടിട്ടില്ലേ, നടും. ശ്രവണാത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദമുണ്ടല്ലോ. കീർത്തനാത് കൃഷ്ണൻ കാണേണ്ട, ഭഗവാനെ കുറിച്ച് കീർത്തനം പാടുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദം ഉണ്ടാവും. കീർത്തനാത് ധ്യാനാത് ഇവിടെ ഭഗവാൻ നല്ല ഗംഭീര ചന്ദന ചാർത്ത് നോക്കിയിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ധ്യാനിച്ചാൽ മതി. ധ്യാനാത് പൂയന്തേ അന്തേ വസായി. എത്ര സാധാരണക്കാരൻ പോലും ശുദ്ധനായി തീരും. അങ്ങനെ ആകുമ്പോൾ ഭഗവാൻ നേരിട്ട് കണ്ടാലോ പിന്നെ ഈ അഭിമർശിന ഭഗവാൻ കാണുമ്പോൾ ഉത്തരഭാരത സമ്പ്രദായങ്ങളും നമ്മുടെ സമ്പ്രദായത്തിലുണ്ട്. ഇങ്ങനെ കൈ പിടിക്കാറുണ്ട്. മുമ്പ് വേണ്ടപ്പെട്ട കൈകൾ ഗീത പാണിനാപാണി പ്രഹസന്നിഷമബ്രവീത്തിന് കൈ പിടിക്കാറുണ്ട്, ആളിങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈക്ഷ അഭിമർശിന തൊടുന്നവർക്ക് കൂടുതൽ ഭാഗ്യമല്ലേ. ഭഗവാൻ വേണ്ട, ഭഗവാന്റെ പാദത്തിൽ എത്താൻ തന്നെ മതി. യസ്യാമലം ദിവ്യസം പ്രസിദ്ധം രസായാം ഭൂമോചതേ ഭുവനമംഗളനിർവിതാനം മന്ദാകിനീതി ദിവിഭോഗവതീതി ജാധോ ഗംഗേതി ചേഷചരണാം ബഹുനാതി വിശ്വം. നിന്റെ ചരണതീർത്ഥം തന്നെ ത്രിലോകത്തിൽ പാവനമാക്കുന്നു. ദേവലോകത്തിൽ മന്ദാകിനി എന്നും ഗംഗേതിച്ച ഇഹ ഭൂലോകത്തിൽ ഗംഗ എന്ന പേരിലും ഭോഗവതി എന്ന പേരിൽ പാതാളത്തിൽ 3 ലോകത്തെയും പാവനമാക്കുന്ന നിന്റെ തീർത്ഥം പോലല്ലേ നിന്റെ കീർത്തിയും. അപ്പോൾ നിങ്ങൾ രാജസൂയാഗം നടത്തിത്തരണം. ഇപ്പോൾ ഭഗവാന്റെ ധർമ്മസങ്കടമായി. ഇതാണ് ധർമ്മസങ്കടം. രണ്ട് ധർമ്മം ഒരേ സമയത്ത് വരുമ്പോൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, അതാണ് ധർമ്മസങ്കടം. നമ്മളെപ്പോലെ സാപ്പാട്ടമ്മന്മാർക്ക് ധർമ്മസങ്കടം എന്താ ചോദിച്ചാൽ ഒരേ സമയത്തിൽ അടപ്രഥമം പാലട പ്രഥമം രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഏതാണ് ആദ്യം കഴിക്കേണ്ടത്, ഇതാണോ അതാണോ, അത് നമുക്ക് ധർമ്മസങ്കടമാവും. ഇവിടെ ഭഗവാനൊക്കെ എന്താണ് ധർമ്മസങ്കടം? രാജദൂതൻ വന്നിട്ടുണ്ട്, വന്ന് രാജാക്കന്മാരെ രക്ഷിക്കണം. അവനക്ക് മറുപടി പറയുമ്പോൾ തന്നെ നാരദൻ എത്തിച്ചേർന്നു. നാരദൻ രാജസൂയം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രാജസൂയത്തിനാണ് ആദ്യം പോകേണ്ടത്. ഇല്ല ഈ ദൂതനക്ക് വേണ്ട രാജാക്കന്മാരെ രക്ഷിക്കാൻ ആദ്യം പോകേണ്ടത്. എന്താ ആദ്യം ചെയ്യേണ്ടത്? സർവജ്ഞേനാമി മുഗ്ധവത്, എല്ലാം അറിയുന്ന ആളാണ്. എന്നാലും ഉദ്ധവനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. വാചപ്യേശൈ സ്മയൻ ഭൃത്യം ഉദ്ധവം പ്രാഹ കേശവ. അപ്പോൾ ഉദ്ധവൻ
മന്ത്രിയാണ്. ഭഗവാന്റെ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കി പറയുന്ന മന്ത്രിയാണ്. അതാണ് ഉദ്ധവന്റെ കേമത്വം. യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജീനായുഃ അതോ ജരാസുതജയഃ ഉഭയാർത്ഥോ മതോ മമ. എല്ലാ രാജാക്കന്മാരും ജയിച്ചവർക്ക് മാത്രമേ രാജസൂയം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ രാജാക്കന്മാരെ ജയിക്കണമെങ്കിൽ പ്രധാന രാജ ജരാസന്ധനല്ലേ. അപ്പോൾ ജരാസന്ധനെ അവശ്യം ആദ്യം നിഗ്രഹിക്കണം. കാരണം ഒരു വലിയ സത്സംഗം നടത്തുമ്പോൾ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങോട്ട് ഓടി നടക്കാൻ ഒരു 10 ആൾ വേണം. ആചാര്യന്മാരൊക്കെ നോക്കാൻ ചില ആൾക്കാർ, അവിടെ ഭക്ഷണം കൊടുക്കാൻ ചില ആൾക്കാർ, ഇങ്ങനെ മാൻ പവർ കൂടി വേണം. വെൽത്ത് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രാജാക്കന്മാരെ വിമോചനം ചെയ്താൽ അവരൊക്കെ സഹായിക്കാൻ എത്തിച്ചേരും. അപ്പോൾ ആദ്യം ജരാസന്ധനെ നിഗ്രഹിക്കണം. പക്ഷേ നേരിട്ട് യുദ്ധത്തിൽ പോകാൻ പറ്റില്ല. കാരണം വാളിയാണ് ജരാസന്ധൻ. നേരിട്ട് യുദ്ധം പോയാൽ എന്താ, ഭഗവാൻ വാളിയോട് നേരിട്ട് പോകാതെ കാരണം എന്താണ്, പ്രജാനാഞ്ച ഹിതേരതഃ. അവിടെ തന്നെ രാമായണത്തിൽ വാളി പറയുന്നുണ്ട്. നേരിട്ട് രാമൻ യുദ്ധത്തിന് പോയാൽ എന്ത് ചെയ്യും, വാളി സകല വാനരപ്പണിയും ആദ്യം രാമനുടെ അടുത്ത് പറഞ്ഞു വിടും. രാമനെ സഹായിക്കാൻ വന്നവർ തന്നെ രാമൻ കൊള്ളേണ്ടി വരും. പിന്നെ അവസാനം വാലിയെ വധിക്കണം. അപ്പോൾ രാമൻ ആലോചിച്ചു, തെറ്റ് ചെയ്യാൻ ഇത്ര വാണന്മാരെ എന്താ കൊല്ലണം, തെറ്റ് ചെയ്ത ഒരാളെ തെറ്റേറ്റ് കൊണ്ടായാലും കുഴപ്പമില്ല വിചാരിച്ചിട്ടാണ് പൊളിച്ചടിച്ചു. പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നേരിട്ട് ജരാസന്ധനോട് യുദ്ധത്തിന് പോയാൽ അതേ പ്രാബ്ലം തന്നെയാണ്. ഈ 20,000 രാജാക്കന്മാരെ ഭഗവാന്റെ യുദ്ധത്തിന് പറഞ്ഞു വിടും. അപ്പോൾ ഭഗവാന്റെ ഉദ്ധവൻ പറയുന്നു, ബ്രഹ്മവേഷധരോ ഗത്വ സംഭിക്ഷേത വൃക്കോദര. കൃഷ്ണൻ, അർജുനൻ, ഭീമൻ 3 പേരും. പ്രധാനമായിട്ട് ഭീമൻ പോയി ബ്രാഹ്മണ വേഷത്തിൽ ദ്വൈരഥത്തിൽ 2 പേർ അവനെ മാത്രം പ്രത്യേകം വിളിച്ച് യുദ്ധത്തിൽ അവനെ ജയിക്കണം. ഇതൊക്കെ ഐഡിയ കൊടുത്തപ്പോൾ എല്ലാവരും കൈയടിച്ച് നല്ല ഐഡിയ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നു. പ്രധാനപ്പെട്ട ശ്ലോകമാണ് 71-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം. ഗായൻ അനന്തനാമ ദീക്ഷിതൻ മഹാത്മാ ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടിൽ വലിയ ആചാര്യനാണ്. അദ്ദേഹം പറയും, എല്ലാ ദുഃഖങ്ങളും മാറാൻ ഈ ശ്ലോകം പറഞ്ഞാൽ മതി പറയും. ഗായന്തി തേ വിശദകർമ്മഗൃഹേഷു ദേവ്യഃ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച ഗോപ്യശ്ച കുഞ്ചരപതിർജനകാത്മജായാഃ പിത്രോശ്ച ലബ്ധശരണാ മുനയോ വയഞ്ച. ഇത് പുസ്തകം ആരുടെയാണ് മനസ്സിൻ്റെ. എന്തായാലും അദ്ദേഹം വേണ്ടവർക്ക് എന്തൊക്കെ ഞാൻ നോക്കി പറയുന്ന അതൊക്കെ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഹാത്മാവിൻ്റെ ഗ്രന്ഥത്തിന് ആദ്യം നമസ്കരിക്കട്ടെ. ഗായന്തി തേ വിശദകർമ്മ ഗൃഹേഷു ദേവ്യ. ഗുരുനാഥൻ പറയുന്ന ശ്ലോകം തന്നെയാണ്. ഗായന്തി തേ, നിൻ്റെ കീർത്തനം പ്രധാനം. ഭഗവാന്റെ നാമകീർത്തനം എല്ലാ ദിക്കിലും പ്രചരണം. ഭഗവാന്റെ പുകഴ് പാടുന്നു. ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. ആരാണ്? ഈ രാജാക്കളുടെ പത്നിമാർ. ഗായന്തി തേ വിശദകർമ്മ ഗൃഹേഷു. ആ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുന്നു, അമ്മയെ അച്ഛനെവിടെ, അച്ഛനെവിടെ. എല്ലാ 20,800 രാജാക്കന്മാരെയും കൊണ്ടുപോയിട്ടുണ്ട് ജരാസന്ധൻ. അപ്പോൾ അവർ പാടുന്നു, പേടിക്കേണ്ട, നമ്മുടെ കൃഷ്ണനുണ്ട്, ജരാസന്ധനെ വധിച്ച് നമ്മുടെ അച്ഛനെ രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കും? കുട്ടികൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, പേടിക്കേണ്ട, ഗോപ്യശ്ച കുഞ്ചര. എത്ര ആളെ ഭഗവാൻ ബന്ധത്തിൽ രക്ഷിച്ചിട്ടുണ്ട്. ഗോപ്യശ്ച കുഞ്ചരപതി ജനകാത്മജായാഃ പിതൃശ്ച ലബ്ധശരണാ മുനയോ വയഞ്ച. ബന്ധപ്പെട്ട സംഘചൂടനത്തിൽ ബന്ധപ്പെട്ട ഗോപികമാർ ഭഗവാൻ രക്ഷിച്ചില്ലേ അന്ന്. ഗോപ്യശ്ച അവർ പാടുന്നു, കുഞ്ചരപതേഹേ അന്ന് മുതലവായിൽപ്പെട്ട ആണയെ രക്ഷിച്ചില്ലേ ഭഗവാൻ. ജനകാത്മജായാഃ രാവണൻ്റെ ശരീരത്തിൽപ്പെട്ട് ജാനകീദേവിയെ ഭഗവാൻ രക്ഷിച്ചല്ലേ. പിന്നെ പിത്രോശ്ച അച്ഛനെ തന്നെ രക്ഷിച്ചില്ലേ ഭഗവാൻ ബന്ധത്തിൽ നിന്നും. എത്ര ആൾക്കാരുടെ ബന്ധത്തിൽ വിമോചനം. നമ്മളും ബന്ധത്തിൽപ്പെട്ടവരാണ്. ഓരോർക്കും ഓരോ വിധമായ ബന്ധം. എല്ലാ ബന്ധത്തിലും വിമോചനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. ഈ ഭഗവാന്റെ ഈ കഥകളൊക്കെ അവർ പാടുന്നു. ഗായന്തി തേ വിശദകർമ്മ ഗൃഹേഷു ദേവ്യഃ. അവരോടൊപ്പം ഞങ്ങളും ലബ്ധശരണാഃ മുനയോ വയഞ്ച. നിന്നെ കൊണ്ട് ജീവിതം നടത്തുന്ന ഞങ്ങളും ഭക്തന്മാരും മുനിവരും പാടുന്നു. അപ്പോൾ നിൻ്റെ നാമം കൊണ്ട്, നാമകീർത്തനം കൊണ്ട്, പുകഴ്കീർത്തനം കൊണ്ട് ഈ ലോകത്തിൻ്റെ ശുദ്ധി ഉണ്ടാവും. അവർ പാടുന്നത് കൊണ്ട് ഭഗവാനെ പാടുന്നവരെ ഭഗവാൻ രക്ഷിക്കും. അതിനുവേണ്ടി ആദ്യം അവരെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. നല്ല ഐഡിയ പറഞ്ഞു. പിന്നെ ആർദ്രം പറഞ്ഞു, ധർമ്മപുത്രൻ കുടുംബസമേതം വരാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പുറത്ത് പോയാലും സത്യഭാമിയെ മാത്രമേ വിളിച്ചു പോകാറുള്ളൂ ഭഗവാൻ. ഇതാ കാരണം സത്യഭാമയ്ക്ക് ഡ്രൈവിംഗ് അറിയാം. പണ്ടത്തെ ആദ്യം ഡ്രൈവിംഗ് പഠിച്ച സ്ത്രീയാണ് സത്യഭാമ. സത്യഭാമ, കുന്തി, അതേപോലെ സുഭദ്ര. പക്ഷേ അവർക്ക് വേറെ വിധത്തിലുള്ള ഉപകാരം. സുഭദ്രയ്ക്ക് ഡ്രൈവിംഗ് പഠിച്ചത് വേറെ വിധത്തിലുള്ള ഉപകാരമായി.
ആളെയും കൊണ്ടുപോകാൻ സൗകര്യമായി. അതുപോലെ കൈകേയി ഡ്രൈവിംഗ് പഠിച്ചു രാമായണ കാലത്ത്. അതുപോലെ സത്യഭാമയ്ക്ക് ഡ്രൈവിംഗ് അറിയതുകൊണ്ട് സത്യഭാമ കൊണ്ടുപോയാൽ ഭഗവാന്റെ സൗകര്യം. കുറച്ച് ഭഗവാൻ ടയർഡായാലും സത്യഭാമ ഓടിക്കില്ലേ. മിക്കവാറും സത്യഭാമയെ കൊണ്ടുപോകാറുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഞങ്ങളും അവിടെ വരണം ധർമ്മപുത്രൻ്റെ രാഷ്ട്രീയ കായികത്തിന്. ഇപ്പോൾ എല്ലാവരും വിളിച്ചു കൊണ്ടുപോയി. ഭഗവാൻ 16,108 ദേവിമാരാണ്. രുക്മിണി പെട്ടി നമ്പർ 1, 2, 3, 4. രുക്മിണി ദേവിന് 10 പെട്ടി. രുക്മിണിയെ പെട്ടി കണ്ടപ്പോൾ സത്യഭാമ എനിക്ക് 70 പെട്ടി ആക്കിക്കോളൂ പറഞ്ഞു. കാരണം രാവിലെ ഒരു കൂടോ വൈകുന്നേരം ഒരു കൂടോ വരും. രുക്മിണി ഒരു ദിവസത്തെ ഒരു കൂടോ കണക്കാക്കിയപ്പോൾ അവർ ഒരു ദിവസം 2 കൂടോ കണക്കാക്കി. ഇങ്ങനെ എല്ലാ കുടുംബസമേതം തത്തോരതദ്വിപഭടസാദിനായകൈ കരാളയാ പരിവൃത ആത്മസേനയാ മൃദംഗഭേര്യാനക സംഘഗോമുഖേ പ്രഘോഷഘോടിത കഗഭോ നിരാക്രമത് ധ്രുവാദി കാഞ്ചന ശിബികാവിരച്ചിതം സഹത്മജാപതിമണു സുമൃതായയോ വരാം വരാഭരണ വില്ലേപണസ്രജസ്വം വൃതാ വിരുദസി കർമ്മവാണിഭിः കരോഷ്ട്ര നരോഷ്ട്ര ഗോമേഷ കരാസ്വതജന കരേണി വിപരിജന വാരയോഷിതഃ സ്വലകൃത കടകുടികം ബലാം വര ദിവസ്കരായേ രഥീയത്തി സർവതഃ ബലം മൃഗധ്വജ പട്ടച്ഛത്രചാമരൈർവരായുധാഭരണ കിരീടവർമ്മഭിः ദിവാംസുഭിസ്തുമുൽരവം ബഭൂരവേഹേ യഥാർണവഃ ക്ഷുഭിത തിമിംഗ്ലോർഭിः യഥാ അർണവഃ. സമുദ്രം തിരമാല അടിച്ച് പുറപ്പെട്ട് സുനാമി പുറപ്പെട്ട് വരുന്നതുപോലെ ഇവിടെ കൃഷ്ണ കാരുണ്യ സുനാമി ദ്വാരകയിൽ നിന്നും പുറപ്പെട്ടു. എവിടേക്കാണ്? ഇന്ദ്രപ്രസ്ഥം കുറിച്ച്. അങ്ങനെ ഭഗവാൻ പോയ വഴിയാണ് ഹരിയാണ. ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ ഭഗവാനെ ചിലർക്ക് രാജാവുകളെ സമ്മാനം ചെയ്തുകൊണ്ട് അത് രാജസ്ഥാനം. അങ്ങനെ ഓരോ സ്ഥലത്തിൽ പേര് വരാൻ കാരണം ഭഗവാൻ പോയ വഴിയാണ് ഹരിയാണ സ്റ്റേറ്റായി മാറി. ഇപ്പോഴും ആ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഭഗവാൻ കുടുംബസമേതം പുറപ്പെട്ടു. ധർമ്മപുത്രൻ പൂജയ്ക്ക് വേണ്ടി എല്ലാം റെഡിയാ വെച്ചു. പക്ഷേ സമരഹേയത്തില്ല. പൂജായാം നാവിധകൃത്യം പ്രമോദോപഹതോ നൃപഃ. ഗിണ്ടിൽ വെള്ളം പൂജയ്ക്ക് റെഡിയായി എടുത്തു വെച്ചു. ഭഗവാനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? പൂജ ചെയ്യാൻ മറന്നു. ഇതാണ് ഒറിജിനൽ പൂജ. പൂജ ചെയ്യാൻ മറക്കുന്നതാണ് ശരിക്കുമുള്ള പൂജ. പൂജയ്ക്ക് വേണ്ടി പുഷ്പമൊക്കെ എടുത്തു വെച്ചു. കൃഷ്ണൻ ആദ്യം പൂജ ചെയ്യുമ്പോൾ ധ്യാനിക്കേണ്ടേ? കണ്ണ മുടിച്ച് കൃഷ്ണ ധ്യാനിച്ചു. ധ്യാനത്തിൽ ലയിച്ചു. ആരാണ്? ഭരതൻ. വൈകുന്നേരം ആ പൂക്കൊക്കെ തുളസി പൂക്കെ വാടി കിടക്കുന്നു. ഇങ്ങനെ ധ്യാനം ചെയ്യാൻ വേണ്ടി ഇരുന്ന് പൂജ ആദ്യം ധ്യാനമാണ്. പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ പൂജ ചെയ്യാൻ മറക്കുന്നതാണ് ഒറിജിനൽ പൂജ. അങ്ങനെ ഒരു പൂജ ചെയ്തു. സമർഹയ ഋഷികേശം പ്രീതഃ പ്രണയ വിഫലഃ ചിരാദൃഷ്ടം പ്രിയതമം സസ്വജേഥ പുനഃ പുനഃ. ചിരാദൃഷ്ടം പ്രിയതമം. ഭഗവാനെ കണ്ടപ്പോൾ ഗിണ്ടികളിലൊക്കെ അവിടെ തന്നെ വെച്ച് വേഗം ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. അത് തന്നെ പൂജയായി. ഭഗവാൻ ധർമ്മപുത്രൻ ആദ്യം ഭഗവാനെ ആലിംഗനം ചെയ്തപ്പോൾ ഭീമൻ കാത്തിരിക്കുന്നു. ഭീമനക്ക് ആഗ്രഹം ഭഗവാൻ ആലിംഗനം ചെയ്യണം. ആദ്യം ഏട്ടനായിക്കോട്ടെ. ഏട്ടന്മാരെ പിന്നെ ഭീമഃ സ്വയം പ്രേമ ജവാകുലേന്ദ്രിയ. ഭീമൻ ഇങ്ങനെ ഓടി വന്ന് കൃഷ്ണൻ വേഗം ആലിംഗനം ചെയ്തു. ഭഗവാനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഭീമൻ ആലിംഗനം ചെയ്താലേ ബാക്കിയാൾ പപ്പടം പോലാവും, ഇല്ലെങ്കിൽ ചമ്മന്തി പോലാവും. ഭീമൻ ആലിംഗനം ചെയ്താൽ ഭഗവാൻ ഗോവർദ്ധനധാരി ആയതുകൊണ്ട് രക്ഷപ്പെട്ട് നിന്നു. അങ്ങനെ ഭീമസ്മയൻ പ്രേമ ജവാകുലേന്ദ്രിയ അർജുനേന പരിഷ്കൃതഃ യമാഭ്യാം ചാഭിവന്തഃ. അർജുനൻ ആലിംഗനം ചെയ്തു. നകുല സഹദേവന്മാർ നമസ്കരിച്ചു. പിന്നെ 16,108 പത്നിമാരെയും ദ്രൗപദിയോട് പറഞ്ഞു, ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തോളൂ പറഞ്ഞപ്പോൾ മഹാഭാഗ്യം ദ്രൗപദിക്ക്. ഒരു ലക്ഷ്മിയെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ വലിയ ഭാഗ്യമാണ്. 16,108 ലക്ഷ്മി. യസ്മിൻ മധുദേഹി മഹിഡി സഹസ്രം ശോണീഭരേണ ശനകേഹി കുടതങ്കി ശോഭം മധ്യേ കുങ്കുമ ശോണഹാരം. 16,108 ലക്ഷ്മിമാർ ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ഒരു ലക്ഷ്മി അഷ്ടലക്ഷ്മി കടാക്ഷം കിട്ടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 16,108 ലക്ഷ്മി കടാക്ഷം പറഞ്ഞാൽ ധർമ്മപുത്രൻ്റെ ഭാഗ്യം. പൂജായാം നായക കൃത്യം അല്ലെങ്കിൽ സമർഹയ ഋഷികേശം പ്രീതഃ. ദ്രൗപദിക്ക് മഹാഭാഗ്യം കിട്ടി. അത്രയും പൂജിക്കാനുള്ള ഭാഗ്യം മന്ദോദരിക്ക് കിട്ടിയിട്ടില്ലേ? സീതയെ പൂജിക്കാനുള്ള ഭാഗ്യം. പക്ഷേ വിഭീഷണൻ്റെ ഭാര്യ സർമ്മയ്ക്ക് കിട്ടി. അവൾ വേണ്ട വിധത്തിൽ സീതാദേവിക്ക് പൂജയ്ക്ക് അലങ്കാര അഭിഷേകം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഒരേ വീട്ടിലുള്ളവർക്ക് തന്നെ ചില ആൾക്ക് കിട്ടി, ചില ആൾക്ക് കിട്ടിയിട്ടില്ല. അതാണുള്ള ഭാഗ്യം. ഇവിടെ ദ്രൗപദിക്ക് ഭാഗ്യം കിട്ടി. പിന്നെ ഭഗവാൻ ഒരു കൊള്ളായി ധർമ്മപുത്രൻ രാജസൂയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലേ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, രാജസൂയം നാരദൻ പറഞ്ഞത് സത്യമാണോ ചോദിച്ചപ്പോൾ അത് തന്നെയാണ്. പിന്നെ എന്താ തുടങ്ങിയിട്ടില്ലേ? രാജസൂയം തുടങ്ങിയാൽ പിന്നെ കഴിഞ്ഞാൽ നീ പോവില്ലേ, അതുകൊണ്ട് തുടങ്ങിയിട്ടില്ലേ അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊരാഗ്രഹം,
ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനൈഃ യക്ഷേ വിഭൂതിർഭവതഃ തത്സമ്പാദയന പ്രഭോ. ഭഗവാനെ മാത്രം പൂജിച്ചിട്ട് കാര്യമില്ല. ഒരു ഭഗവാന്റെ വിഷ്ണു പൂജ ആണെങ്കിൽ അത് പരിവാരം ആദ്യം വേണ്ടേ. ദുർഗ വിനായകം വ്യാസം വിശ്വക്സേനം ഗുരുൻ സുരണ് ഭാഗത്തിന് പറയുന്നുണ്ട്. ദുർഗ വിനായക വ്യാസൻ ഗുരുക്കന്മാർ. ഏത് പൂജയിലും ആദ്യം പരിവാരങ്ങളൊക്കെ ഉണ്ട്. സപരിവാര പൂജയാണ്. ഒരാൾ മാത്രം വിളിച്ചിട്ട് പൂജ വയ്യാൽ അയാൾക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഇത് ഗുരുനാഥനൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഗുരുനാഥൻ മാത്രമേ എല്ലാം തോന്നിക്കും. മറന്നുപോയതാണ്. ചില ആൾക്കാർ ചില വീട്ടിൽ കൃത്യമായിട്ട് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പരിവാര പൂജ ചെയ്യുമ്പോഴാണ് അത് ശരിക്കുമുള്ള പൂജ. അതാണ് അവിടെ ധർമ്മപുത്രൻ പറയുന്നത്, യക്ഷേ വിഭൂതിർ ഭവതഃ തത് സമ്പാദയ പ്രഭോ. നിന്റെ വിഭൂതികളായ ഇന്ദ്രൻ, അഗ്നി, ഇങ്ങനെ ദേവന്മാരുണ്ടല്ലോ. രാശിയാകുമ്പോൾ എല്ലാ ദേവന്മാർക്കും ആഹുതി കൊടുക്കണ്ടേ. നിന്റെ വിഭൂതികളായ ദേവന്മാരെ പൂജിക്കാനാണ് നിനക്ക് ആഗ്രഹം. പിന്നെ വേറൊരു ആഗ്രഹം, തത്പാദുകേ അവിരതം പര്യേചരന്തി ജായന്ത്യഭദ്രണശനേ ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭഭവാപവർഗം ആശാസത്തെ യസ്ത ആശിരയീശനാന്യേ തദ്ദേവദേവ ഭവതശ്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ലോകയേഷഃ യേ ത്വാം ഭജന്തി ന ഭജന്തി ഉത വാ ഉഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സഞ്ജയാനാം. ഭഗവാന്റെ പാദത്തിൻ്റെ അടുത്ത് പോകണ്ട, ഭഗവാന്റെ പാതുകയുടെ അടുത്ത് പോയാൽ മതി. പാതുകേ അവേദം പര്യേചരന്തി. സദ്ഗുരു പാതുകൈ കുഞ്ചലം എന്മേൽ പട്ട പൊഴുതുതാനേ നിമ്മതി അടൈந்தேன் உலகம் மறந்தேன் ആനന്ദമാകത്താനേ. ഗുരുനാഥൻ്റെ പാതുക അടുത്ത് പോകണ്ട. ഗുരുനാഥൻ്റെ പാതുകയുടെ മാല ചാർത്തിയിട്ടുണ്ടല്ലോ, ആ മാലയുടെ ഒരു ഭാഗം നമ്മുടെ ശിരസിൽ തട്ടിയാൽ മതി, നമുക്ക് ശാന്തി കിട്ടും. കാരണം മീരാബായി പാടുന്നു, ഗുരു ചരണനീ. അതാണ് ഇവിടെ പറയുന്നത്. ധർമ്മപുത്രൻ പാതുകേ അവിരതം പര്യേചരന്തി. കൃഷ്ണ, നിൻ്റെ പാതുക അടുത്ത് പോയാൽ തന്നെ എല്ലാവരുടെ അഭദ്രങ്ങളൊക്കെ അമംഗളങ്ങൾ നാശമാകും, മംഗളങ്ങളും ഉണ്ടാവും. അപ്പോൾ നിന്നെ ആശ്രയിക്കുന്നവർ എത്ര സന്തോഷമായി ജീവിക്കുന്നു അത് എല്ലാവരും കാണേണ്ടേ. ദുര്യോധനൻ ഭഗവാനെ ഭജിച്ചിട്ടില്ലേ, അതാണ് ദുര്യോധനൻ സങ്കടപ്പെടുന്നു. ധർമ്മപുത്രൻ ഭജിച്ചു, അതാണ് സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ ഏത്വാം ഭജന്തി നഭജന്തി ഉതവ ഉഭയേഷാം നിഷ്ഠാം പ്രദർശയ. ചില രാജാക്കന്മാർ ഭഗവാനെ നമസ്കരിക്കുന്നില്ലേ. എന്താ കാരണം? യാദവൻ. രാജാക്കളെ നമസ്കരിക്കുള്ളൂ. അപ്പോൾ യാദവനെ ഞാൻ നമസ്കരിക്കില്ലേ പറയുന്നത് ചില രാജാക്കൾ നടക്കുന്നു. അപ്പോൾ ധർമ്മപുത്രൻ ചെയ്തു, ഞാൻ രാജയാഗം തീരുമാനം ചെയ്തു. രാജയാഗം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രാജാക്കന്മാരും ധർമ്മപുത്രൻ നമസ്കരിക്കും. അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, എല്ലാവരും നമസ്കരിച്ച ശേഷം അവർ നമസ്കാരം മേടിച്ച് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു. എല്ലാവരും നേരിട്ട് കൊണ്ട് കൊടുക്കാറുള്ളല്ലോ, ത്രൂ. അതുപോലെയാണ് നിന്നെ നമസ്കാരം പണ്ണാത്ത എല്ലാവരുടെ നമസ്കാരം ഞാൻ മേടിച്ച് അങ്ങോട്ട് തരാം. അതാണ് അവിടെ പറയുന്നത്. ഇതാണ് ധർമ്മപുത്രൻ്റെ ലക്ഷ്യം. ഭഗവാൻക്ക് അതൊന്നും ആവശ്യമില്ല. നാം ബ്രഹ്മണ സ്വപരഭേദവചിത്രസ്യാത്. എനിക്കതൊരു ആഗ്രഹം, നിന്നെ എല്ലാവരും നമസ്കരിക്കണം. നമസ്കാരം ഞാൻ മേടിച്ച് അങ്ങോട്ട് സമർപ്പിക്കണം. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആദ്യം യാദവന്മാർ ജയിക്കണ്ടേ. യാദവന്മാർ എത്ര കോടികളാണ്. യാദവന്മാർ വാദ്യാൽ തന്നെ അവരുടെ ഉപാധ്യായന്മാർ തന്നെ കുമാരാണാം വിസ്തൃതം. LKG UKG ഉപാധ്യായന്മാർ തന്നെ തിസ്രകോട്ടി സഹസ്രാണാം എന്ന് പറയുന്നത് 3 കോടിക്ക് മേലെ. അപ്പോൾ യാദവന്മാരെ ജയിക്കേണ്ടേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആദ്യം രാജസൂയത്തിന് ആദ്യം സംഭാവന ഞാൻ തരാം. ഞാൻ തോറ്റു എന്ന് ഭഗവാൻ പറയുന്നു. ജിതോസ്മി ആത്മവതാദേഹം ദുർജയോ കൃതാത്മഭിഹി. എന്നെ ഒരാൾ ജയിക്കാൻ എന്നെ ജയിക്കാൻ പറ്റില്ല മാത്രമല്ല, എന്നെ ആശ്രയിച്ച ഒരാൾ തന്നെ ഒരാൾക്ക് ജയിക്കാൻ വയ്യ. നഖസ്റ്റിൻ മത്രം ലോകേ തേജസാസ്ത്രീയ വിഭൂതി ദേവോപിക്കുമ്പോൾ പക്ഷിവ. അപ്പോൾ ഞാൻ നിൻ്റെ ആ ഭക്തിയിൽ നിൻ്റെ ഗുണങ്ങൾക്ക് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഭഗവാൻ ആദ്യത്തെ കാണിക്കാൻ ഭഗവാൻ സമർപ്പിച്ചു. പിന്നെ 4 ദിക്കിലും യാദവൻ 4 സഹോദരന്മാർ സഹദേവം ദക്ഷിണസ്യാവും. തെക്ക് ദിക്കിലേക്ക് സഹദേവനെ പറഞ്ഞു വിട്ടു. തെക്ക് ദിക്കിൽ ശ്രീലങ്ക വരെ ചെന്നു സഹദേവൻ. എൻ്റെ ഏട്ടൻ രാശി നടത്താൻ പോകുന്നു, നടത്തേണ്ടത് കൃഷ്ണനാണ് പറഞ്ഞപ്പോൾ, കൃഷ്ണൻ എൻ്റെ രാമൻ്റെ സ്വരൂപമല്ലേ എന്ന് സഹദേവനക്ക് വിഭീഷണൻ, ലങ്കാധിപതിയായ വിഭീഷണൻ നരച്ച് കാണിച്ച് സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്.
അതേപോലെ ദിശി പ്രതീച്യാം പടിഞ്ഞാറ് ദിക്കിലേക്ക് നക്കുലിനെ പറഞ്ഞു വിട്ടു. ഉദീച്യാം വടക്ക് ദിക്കിലേക്ക് സവ്യസാചി, കിഴക്ക് ദിക്കിലേക്ക് വൃക്കോദരൻ. 4 ദിക്കിലും പോയി എല്ലാ രാജാക്കളുടെ സംഭാവനയ്ക്ക് മേടിച്ച് കൊണ്ടുവന്നു. പിന്നെ ജരാസന്ധനെ മാത്രം നിഗ്രഹിച്ചിട്ടില്ലേ, അത് 3 പേര് മാത്രം പോയാൽ മതി തീരുമാനിച്ച് 3 പേരും ബ്രാഹ്മണ വേഷം ധരിച്ചു. അർജുനൻ, ഭീമൻ, കൃഷ്ണൻ. അർജുന അയ്യങ്കാർ, ഭീമ റാവ്, കൃഷ്ണ അയ്യർ എന്ന 3 പേരും ബ്രാഹ്മണന്മാരുടെ വേഷം കെട്ടി കയ്യിൽ ഗിണ്ടി പിന്നെ ദർഭ ഇതൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊണ്ടുപോയി അവരുടെ പേര് ഓരോ പേരുണ്ടല്ലോ, ശർമ്മ, അങ്ങനെയൊക്കെ ബ്രാഹ്മണരുടെ വിഭാഗത്തിൽ പല പേരുണ്ട്. അങ്ങനെ ഒരു പേര് ധരിച്ച് അവിടെ പോയി ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്നു. ജരാസന്ധൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി, ഇവരെ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. കാരണം മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് ദാനം വാങ്ങുന്ന ആളായിരിക്കുന്നു. അപ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ മനസ്സിലായി ഇവർ ക്ഷത്രിയന്മാരാണ്. കാരണം അവിടെ എപ്പോഴും എക്സസൈസ് ഒക്കെ ചെയ്ത് യുദ്ധം ചെയ്തുള്ള അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി വേഷം കെട്ടി വന്ന ആൾക്കാരാണ്, കുഴപ്പമില്ല തീരുമാനിച്ചു. വേഷം കെട്ടി വന്ന ആൾക്ക് ദക്ഷിണ കൊടുത്ത് ബലിചക്രവർത്തി പെരുമ നേടി. ഹരിശ്ചന്ദ്രോ രഞ്ജിദേവ ഉഞ്ചവൃത്തി ശിവിർ ബലി വ്യാധ കപോതോ ഭഗവോ യദ്രുവേണ ധ്രുവംഗതാ. ഉദാഹരണം പറയുന്നുണ്ട് ജരാസന്ധൻ. ഉദാഹരണ കഥയൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ 60 മണിക്കൂർ വേണ്ടി വരും. ഹരിശ്ചന്ദ്രൻ, രഞ്ജിദേവൻ, ഉഞ്ചവൃത്തി ഒരു ബ്രാഹ്മണൻ്റെ കഥ, മഹാഭാരതത്തിലെ പ്രസിദ്ധ കഥയാണ്. ഉഞ്ചവൃത്തി കൊണ്ട് ജീവിച്ച ആൾ അവൻ്റെ ഉഞ്ചവൃത്തി ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവർ സ്വർഗം പോയ ശേഷം അവിടെ ഒരു കീരി അവിടെ വന്ന് അതിൻ്റെ ശരീരം പകുതി തങ്കമായി സുവർണമായി കഥ ഉണ്ടല്ലോ, ആ കഥയാണ് ഇവിടെ പറയുന്നത്. മുത്കല ബ്രാഹ്മണൻ്റെ കഥയാണ്. ഉഞ്ചവൃത്തി ശിവിർ ബലി വ്യാധ കപോതോ ഭഗവ. ഈ അനിത്യമായ ശരീരം കൊണ്ട് ദാനധർമ്മം ചെയ്ത് നിത്യമായ സ്വർഗത്തെ നേടി അവർക്ക്. ഇത് നിത്യമായ യശസ് അവർ നേടി. അതുപോലെ ജ്ഞാനം ചെയ്യാൻ തീരുമാനിച്ച് ഹേ വിപ്ര വേദാം കാമഹ, നിങ്ങൾക്ക് എന്താ വേണം ചോദിച്ചപ്പോൾ യുദ്ധം നോദേഹി രാജേന്ദ്ര, യുദ്ധദാനം വേണം പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യാറില്ലേ? യുദ്ധം ചെയ്താൽ അവർ ബ്രാഹ്മണന്മാർ ഇല്ല. അത്യാവശ്യം വേണ്ടി എന്താ ചെയ്യാം, അത് കാണിച്ചു കൊടുത്തു പരശുരാമൻ. സാധാരണ യുദ്ധം ചെയ്യാൻ പാടില്ലേ ബ്രാഹ്മണന്മാർ യുദ്ധം ചെയ്യുന്ന സ്ഥലം ഒറ്റ സ്ഥലമേ ഉള്ളൂ. വാഴയുടെ മുമ്പിൽ നിന്ന് ഈ ശാപ്പാട്ട് യുദ്ധം കയമായിട്ട് ചെയ്യും. അവർ ഇത് പുളി കൂടുതലാണ്, ഉപ്പ് കുറവാണ്, അതൊക്കെ നിത്യം പറയും. അപ്പോൾ ഈ യുദ്ധം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. സാധാരണ കാരണം അടുത്ത വീട്ടിൽ യുദ്ധം നടന്നാൽ തന്നെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, അടുത്ത വീട്ടിൽ സണ്ടയാണ് പറഞ്ഞ് ഇവർ കുത്തിയടിച്ച് വീട്ടിൽ കൊടുത്തിരുന്നു. അവർ അടുത്ത വീട്ടിൽ സണ്ടയ്ക്ക് പോലെ ഇവർ പങ്കെടുക്കാൻ പോകില്ല. അവർ എന്തെങ്കിലും നടത്തിക്കോട്ടെ, നമ്മൾ ഇവിടെ രാമൻ വെച്ചിരിക്കാം. അങ്ങനെ യുദ്ധത്തിൽ പോകാത്ത ആൾക്കാരാണ്. യുദ്ധം ചോദിക്കണം നിങ്ങൾ ബ്രാഹ്മണന്മാരാണോ ചോദിച്ചപ്പോൾ അസോ ഉറുക്കോദര ഇവരുടെ കയ്യിൽ മനസ്സിലാവണ്ടേ, ഇവനാണ് ഭീമൻ, ഇവൻ അർജുനൻ, ഞാൻ എൻ്റെ ശത്രുവായ കൃഷ്ണൻ പറഞ്ഞപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു നീ തോറ്റുകൂടിയ ആളാണ്. അർജുന വയസ അതുല്യ, ഇവൻ അർജുൻ ചെറിയ കുട്ടിയാണ്. ഭീമ തുല്യബലോമ പറഞ്ഞ് ഭീമൻ്റെ കയ്യിൽ ഗത കൊടുത്തു. സ്വയം ഒരു ഗത എടുത്ത് യുദ്ധം പുറപ്പെട്ടു. രാവിലെ 6 മണിക്ക് ചായ കുടിച്ചിട്ട് പുറപ്പെടും. 6:30 സഹസ്രനാമം ജപിച്ചു തുടങ്ങും. യുദ്ധം തുടങ്ങിയത് നന്നായിട്ട് ഉണ്ടാക്കേണ്ടേ. സഹസ്രനാമം ജപിച്ചു യുദ്ധം തുടങ്ങിയാൽ 8:30 ആകുമ്പോൾ നിർത്തും. പിന്നെ ഒരു 40 മിനിറ്റ് ടിഫൻ കഴിച്ച് വീണ്ടും ഒരു 9:15 തുടങ്ങിയാൽ 12:30 1 മണി സമയത്ത് നിർത്തും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് വിശ്രമിച്ച് വീണ്ടും 2:15 തുടങ്ങും. ഒരു 4 മണിയാകുമ്പോൾ യുദ്ധം നിർത്തും, ചായ കുടിക്കും. ഒരു 4:30 വീണ്ടും. നമ്മുടെ സപ്താഹം പോലെ തന്നെയാണ്. രാവിലെ 6:15 സഹസ്രാവ് തുടങ്ങിയാൽ വൈകുന്നേരം ദീപാരാധനയോട് സമർപ്പിക്കും. ഇവിടെ നമുക്ക് കൃഷ്ണശ്രവണ സപ്താഹം, അവിടെ കൃഷ്ണ ദർശന സപ്താഹം. അവർക്ക് സപ്താഹം പറയാൻ പാടില്ല. 28 ദിവസം യുദ്ധം നടന്നപ്പോൾ ഭീമൻ അവൻ്റെ ശാരീരിക ബലം മുഴുവൻ പോയി. എന്നെപ്പോഴും ഒരു ബലശാലി ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഭീമനക്ക് മനസ്സിലായി നമ്മളെക്കാൾ കേമന്മാരൊക്കെ ഉണ്ട്. ഭഗവാനോട് സങ്കടം പറഞ്ഞപ്പോൾ ഭഗവാൻ തലോടി നാളെ ഒരു ഐഡിയ കൊടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം യുദ്ധത്തിൽ ഒരു ദർഭപ്പുല്ല് എടുത്ത് ഭഗവാൻ കീരി കാണിച്ചു. അത് മനസ്സിലാക്കി ജരാസന്ധനെ തള്ളി ഒരു കാലം കൊണ്ട് അവൻ്റെ കാല് അമർത്തി പിടിച്ചു, അടുത്ത കാലം പിടിച്ചു. ആണ പട്ടക്കിണുകൾ 2 കഷ്ണമായി കീരിയിട്ടു. എന്നിട്ടും വീണ്ടും ഒടിച്ച് വന്നു. മാറ്റിയിടാൻ പറഞ്ഞു. ഭഗവാൻ ജരാസന്ധനെ നിഗ്രഹിക്കാൻ പറഞ്ഞു. ജരാസന്ധനെ നിഗ്രഹിച്ച ശേഷം ജരാസന്ധൻ തടവരയിൽ നിന്നും ജയിലിൽ നിന്നും എല്ലാ രാജാക്കന്മാരെയും പുറത്തു വിട്ടു. അവരെല്ലാവരും എത്രയോ കാലം ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ മെലിഞ്ഞ് അവർ താടിയും മീശയുമായിട്ട് അവർ വരുമ്പോൾ അവർക്ക് ആദ്യം ഒരു ബൂസ്റ്റ് കൊടുക്കേണ്ടേ.
അങ്ങനെ ബൂസ്റ്റായിട്ട് ഭഗവാൻ ചതുർഭുജ സംഘചക്ര ഗദാധാരി തൻ്റെ ദിവ്യ ദർശനം കൊടുത്തു. അവർ ഭഗവാനെ ആസ്വദിച്ചു, നമസ്കരിച്ചു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭാഗവത വേദത്തിൽ ദശമസ്കന്ധം ഉപനിഷത്ത്, ദശമസ്കന്ധ ഉപനിഷത്തിൽ ഈ കൃഷ്ണായ വാസുദേവായ ഗായത്രി, ഭാഗവത ഗായത്രി എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും നമസ്കരിച്ചു. അവർക്ക് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, വിവാഹം കഴിക്കാതെ രാജാക്കളുടെ വിവാഹം കഴിച്ചോളൂ. സന്തൻവന്ത പ്രജാതന്തുന്നു സുഖം ദുഃഖം ഭവാഭോ പ്രാപ്തം പ്രാപ്തഞ്ച സേവന്ത മച്ചിത്താവശിഷ്ഠ. നല്ല സുലഭമായ ഉപദേശം. വിവാഹം കഴിച്ചോളൂ, എന്ത് കിട്ടുന്നുവോ കിട്ടുന്നത് സന്തോഷിച്ചോളൂ, എന്നെ സ്മരിച്ച് നടന്നോളൂ. ഭഗവാൻ അവർക്ക് ഉപദേശം കൊടുത്തു. പിന്നെ തിരിച്ച് വന്നപ്പോൾ രാജയുദ്ധത്തിന് ഏർപ്പാട് ചെയ്തു. എത്ര വലിയ വലിയ മഹാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടേ. ഭീമോ മഹാനസാധ്യക്ഷ. ആദ്യം സാപ്പാട് നന്നായോ സപ്താഹം നന്നായോ പറയും. അപ്പോൾ ഭീമോ കല്യാണത്തിൽ പെൺകുട്ടി ആൺകുട്ടി പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷേ കാവ്യ നന്നായില്ലെങ്കിൽ തമിഴ്നാട്ടിൽ പറയും കല്യാണം നന്നായിട്ടില്ലേ, എന്താ കാരണം കാവ്യ നന്നായിട്ടില്ലേ പറയും. അപ്പോൾ പ്രധാനം ഭക്ഷണം നന്നാവണം. അതുപോലെ ഭീമൻ മഹാനസാധ്യക്ഷനായിരുന്നു. ധനാധ്യക്ഷൻ ദുര്യോധനൻ്റെ കയ്യിൽ ധനരേഖ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു ഭഗവാൻ പൈസ. കാരണം ദുര്യോധന ചെലവിന് ഒരു 10,000 എടുത്ത് കൊടുത്താൽ അടുത്ത ക്ഷണം 20,000 ഡൊണേഷൻ വീട്ടിൽ തരും. അതുകൊണ്ട് 20,000 അങ്ങോട്ട് കൊടുത്താൽ പിന്നെ 40,000 ഡൊണേഷൻ കിട്ടും. ധനരേഖ കണ്ട് ദുര്യോധൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു. പിന്നെ പഞ്ചപാണ്ഡവന്മാർ മൂത്തവൻ ആരാണ്? കർണൻ. കർണോദാനേ മഹാമണാഹ. പാണ്ഡവന്മാരിൽ മൂത്തൻ കർണനായതുകൊണ്ട്, കാരണം കർണനും കുന്തിക്ക് ജനിച്ച ആളല്ലേ. അപ്പോൾ ആ ദാനധർമാദികളിൽ ജ്യേഷ്ഠർക്കാണ് അധികാരം. അതുകൊണ്ട് കർണൻ്റെ കയ്യിൽ ദാനത്തിൻ്റെ കുറിപ്പ് ഏൽപ്പിച്ചു ഭഗവാൻ. അതെൻ്റെ ചുമതല. അപ്പോൾ കർണന് സന്തോഷം. സ്വന്തം അടുത്തവർ നോക്കാതെ അങ്ങനെ വാരികോരി കൊടുക്കും. അപ്പം ദുര്യോധനൻ തീരുമാനിച്ചു, കർണ എല്ലാം ഞാൻ അങ്ങോട്ട് തരാം, നീ കൊടുത്തോളൂ. രാജസൂയം കഴിയുമ്പോൾ പിന്നെ ബാലൻസ് ഒന്നും വരാൻ പാടില്ല, എന്തെങ്കിലും ബാലൻസ് ആവണം. പിന്നെ ധർമ്മപുത്രൻ കാവ്യം കൊണ്ട് തലയിലിട്ട് ഭജ ഗോവിന്ദം കേസലക്കേരി നേരാ ഹരിദ്വാർ പോയിക്കോട്ടെ. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ. അങ്ങനെ രാജസൂയം കഴിയുമ്പോൾ ധർമ്മപുത്രൻ സന്യാസിയാവണം. അങ്ങനെ രീതിയിലാണ് അവർ ദാനം കൊടുത്തു. എന്നിട്ടും അടുത്ത ദിവസങ്ങളെ ഗരിഗരി വരുന്നുണ്ട്. സഹദേവസ്തു പൂജായാം നകുളോ സഹദേവൻ പൂജാതി കാര്യങ്ങളിൽ ഏൽപ്പിച്ചു. നകുളോ സ്റ്റോറും കീപ്പർ നകുലൻ, വലിയ വലിയ മഹാത്മാക്കളൊക്കെ വരുന്നു. ഭഗവാൻ എല്ലാത്തിനും അവിടെ നിറഞ്ഞു നിൽക്കുന്നു. സാദസ്യം കലയൻ ക്രിയാസു. ഈ ശ്ലോകം പറഞ്ഞ് നമുക്ക് നിർത്താം. ഇത് ധർമ്മപുത്രൻ്റെ ഭട്ടത്തിരിയുടെ രാജസൂയ പ്രബന്ധത്തിലുള്ള ശ്ലോകമാണ്. ആചാര്യൻ എന്നെപ്പോൾ ശരി സമയമായിട്ട് സാഹസ്യം കളയൻ ക്രിയാസി മതോ പാദാവനേതി ക്വചിത് മഞ്ജുവ്യഞ്ജനമാഹരത ആഹരന്നപരത സിഞ്ചാനഭൂഷാഗണൈഃ ഉച്ഛിഷ്ടാനിഹരൻ ക്വചിത് സുതപസാം ഹേമാസനാധ്യായിതധ്യാസിതഃ ദുഷ്ടശിഷ്ടഗണൈശ്ച കൃഷ്ണോ ജഗന്നായകഃ. ഭട്ടത്തിരിയുടെ രാജസൂയ പ്രബന്ധത്തിൽ ഒരു നല്ല ശ്ലോകമുണ്ട്. ധർമ്മപുത്രൻ എല്ലാത്തിലും ഭഗവാനെ നിറഞ്ഞു കണ്ടു. സാദസ്യം കളിയൻ, അത് യാഗം നടത്തുമ്പോൾ സദസ്യന്മാർ ചില ആൾക്കാർ ഉണ്ടാവും. അവിടെ സംശയം വരുമ്പോൾ സദസ്യന്മാരോട് ചോദിക്കും എങ്ങനെ ചെയ്യണം. അവിടെ സദസ്യനായിട്ട് ഒരു കൃഷ്ണൻ അവിടെ ഉണ്ട്. ഈ രാജസൂയത്തിൽ ഈ ഹോമം എങ്ങനെ ചെയ്യണം പരസ്പരം തർക്കിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പണ്ട് ഞാൻ വർണ്ണൻ്റെ രാജസൂയത്തിൽ ചെന്നിട്ടുണ്ട്, സന്തൻ്റെ രാജസൂയത്തിൽ ചെന്നിട്ടുണ്ട്, അവിടെ ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞ് അവിടെ സദസ്യനായി ഇരുന്ന് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നു. സാദസ്യൻ കളയൻ ക്രിയാസു വിമതവും. പിന്നെ 16,000 ഇവിടെ എന്താ ഭാഗ്യം, നിറച്ച് മഹാത്മാക്കൾ മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കാല് കഴിച്ച് പൂജിക്കണം. അപ്പോൾ ഓരോരാൾക്ക് ഓരോ ചുമതല ഏൽപ്പിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വരുന്നവർക്ക് കൃഷ്ണ പാദാവണേതനെ. എനിക്ക് 10,108 ഭാര്യമാർ കൊണ്ടുവന്നിട്ടുണ്ട്. 10,108 രൂപ എടുത്തോളാം, എത്ര ആൾക്കോ വന്നാലും ഗിണ്ടിയുമായിട്ട് ഞാൻ എല്ലാവരും പൂജിക്കാം എന്ന് പറഞ്ഞ് പാദാവനേതി കൊച്ചിട്ട് വാതിലിൽ ഒരു 10-100 കൃഷ്ണനായിട്ട് ഇരുന്നുകൊണ്ട് അവിടെ പാദപൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. മഞ്ജു വ്യഞ്ജനം ആഹരണപരത സിഞ്ചാണഭൂഷാഗണൈ. അവിടെ വാതിലിൽ ഒരു കൃഷ്ണൻ, സദസ്സിൽ ഒരു കൃഷ്ണൻ,
ഇവിടെ അടുക്കളയിൽ ചെന്നാൽ അവിടെ ഭീമൻ്റെ ഒപ്പം വേറെ കൃഷ്ണൻ. ഭീമന് ഒരു മുറം ഉപ്പല്ലിങ്ങനെ വലിയ പാത്രമില്ലേ സാമ്പാർ, അത് ഒരു മുറം ഇട്ടു. പിന്നെ മറന്നുപോയി. രണ്ടാമത്തെ പ്രാവശ്യം ഇടങ്ങൾ ചെയ്തു. വീണ്ടും മുറം എടുക്കുമ്പോൾ കൃഷ്ണൻ മതുവെ പണ്ടേ ഒരു പ്രാവശ്യം ഇട്ടു കഴിഞ്ഞു. വീണ്ടും ഇടണം. അവിടെ ഭീമനക്ക് സഹായിയായിട്ട് അവിടെ ഒരു കൃഷ്ണൻ. പിന്നെ വിളമ്പി കൊടുക്കുന്ന സ്ഥലത്തിൽ അവിടെ ഓടി നടക്കുന്ന ഒരു കൃഷ്ണൻ. മഞ്ജു വ്യഞ്ജനം ആഹാരം അവിടെ എല്ലാവർക്കും ഒന്നും വിളമ്പിയെങ്കിലും കുഴപ്പമില്ല, വെള്ളമെങ്കിലും ഇടണം. ഗംഗാമൃതം ഗംഗാജലം വേണോ ചോദിച്ച് എല്ലാവരും ഭഗവാൻ തീർത്ഥം കൊടുക്കുന്നു. പിന്നെ വേറൊരു പാത്രത്തിൽ പായസം വിളമ്പി കൊടുക്കുന്നു ഭഗവാൻ. സിഞ്ചാന അങ്ങനെ ഓടിയപ്പോൾ വെറുതെ ഇല്ലല്ലോ, കൃഷ്ണനെ കാൽ ചെലവ് സിഞ്ചാൻ ജലജലിന് ഓടിക്കൊണ്ട് കൃഷ്ണൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. സിഞ്ചാന ഭൂഷാഗണൈഹി. അതുമാത്രമില്ല, ഇത് വിളമ്പുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ പ്രാവശ്യം കുണിഞ്ഞ് ഇങ്ങനെ. ഇപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ്. പണ്ടൊക്കെ നിലത്തിലായിരുന്നു, ഇപ്പോൾ അത് ടേബിളിട്ട് കൊടുത്തു. ഇതൊന്നും കുണിയേണ്ട, അവർക്കും കുണിഞ്ഞ് കഴിക്കണം, ഇങ്ങനെ ഇട്ടാൽ മതിയില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നവർക്ക് സൗകര്യമായി, വിളമ്പുന്നവർക്ക് സ്നേഹമായി. പക്ഷേ സൗകര്യമാണ്. പക്ഷേ ഈ ടേബിൾ വിളമ്പോൾ എല്ലാം ഒരേ എച്ചിലാണ്. സർവം കൃഷ്ണാർപ്പണം സർവം ബ്രഹ്മമയം. നിലത്തിലിട്ടാലും വ്യക്തിയെ വേറെ എച്ചിലായിട്ട് വേണം. ടേബിൾ ആകുമ്പോൾ എല്ലാം ഒരേ എച്ചിലാണ് പരസ്പരം. ഇപ്പോൾ എല്ലാവർക്കും ഒരു നിയമമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നിലത്തിൽ വിളമ്പി വിടുമ്പോൾ ഓരോ പ്രാവശ്യം കുഞ്ഞിനും നിവരണം. ഇപ്പോൾ എന്തായി, അത് ഒരു എളുപ്പ വഴി പറഞ്ഞതാണ്. വിളമ്പി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അവസാനം ഭക്ഷണം കഴിച്ച ശേഷം എച്ചിൽ ഇല എടുത്താൽ വിളമ്പി കൊടുത്തതിൻ്റെ പുണ്യം കിട്ടും. അതുകൊണ്ട് തമിഴ്നാട്ടിലൊക്കെ എന്ത് ചെയ്യും, വിളമ്പാൻ വരാറില്ല, അവസാനം എച്ചിൽ ഒരു പ്രാവശ്യം കുടിഞ്ഞാൽ മതിയില്ലേ, എച്ചിൽ ഇല എടുത്താൽ മതിയില്ലേ. അങ്ങനെ കാത്തിരിക്കും. ആ മഹാത്മാക്കൾ ഭക്ഷണം കഴിച്ച ശേഷം, പിന്നെ വലിയ മഹാത്മാക്കൾ കണ്ടിട്ടുണ്ട്. ഭഗവാൻ ഒരു മണി കെട്ടി വെച്ചിരുന്നു അവിടെ. 1,00,000 ആളുകൾ ഭക്ഷണം കഴിച്ചാൽ ടിങ് ആ മണി അടിക്കും. അപ്പോൾ മനസ്സിലാക്കിയുള്ളൂ എത്ര ആളുകൾ ഭക്ഷണം കഴിച്ചതും കണക്ക് വേണ്ടേ. അപ്പം മണി കെട്ടി വെച്ചു. ഓരോ ദിവസം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആ മണി അടിക്കും. ഇപ്പോൾ 2,00,000 ആൾക്കാർ ഭക്ഷണം കഴിച്ചെന്ന് എഴുതി വെച്ചു. ഒരു ദിവസം എന്തായി, മണി മണി അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ധർമ്മപുത്രൻ വിളിച്ചു, കൃഷ്ണ എന്തായി, ഈ മണി റിപ്പയറായി പോയി. 1,00,000 ആളുകൾ കഴിച്ചാൽ മാത്രമേ അടിക്കേണ്ട മണി ഇപ്പോൾ തുടർച്ചയായിട്ട് അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ അത് ഇവിടെ എന്തോ അത്ഭുതം നടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഭക്ഷണശാലയിൽ വന്ന് നോക്കുമ്പോഴാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മിറ്റത്തിലെ ചില അങ്ങനെ കൂടത്തിലെ, പിന്നെ രേഴിയിൽ, പിന്നെ പല സ്ഥലമുണ്ടല്ലോ വീട്ടിൽ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്ത് സ്ഥലം ഇല്ലാതായപ്പോൾ എന്ത് ചെയ്തു, വെയിലായാൽ കുഴപ്പമില്ല, മുറ്റത്തിൽ നിന്ന് കഴിച്ചോളാണ് ചില ആളുകൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മിറ്റത്തിൽ ചില 2-3 ഇല ഇട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇലയിൽ ഭാഗവതം പറയുന്ന നമ്മുടെ ശുകാചാര്യൻ ഭക്ഷണം കഴിക്കുന്നു. ഭാഗവതം പറയുന്ന ശുകാചാര്യൻ ഓരോരോ പിടിയെടുത്ത് വായിടുമ്പോഴും എന്തായി, 1,00,000 ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഫലം കിട്ടുന്നു. ഭഗവാൻ കാണിച്ചു കൊടുത്തു. വിളിച്ചാലും വരാത്ത ആളാണ്, കിളി പോലെ പറക്കുന്ന ആളാണ്. ആ മഹാജ്ഞാനിയാണ് ശുകാചാര്യൻ എന്ന്. അദ്ദേഹത്തിൻ്റെ വായിൽ ഓരോരോ ഉള്ള ചെല്ലുന്ന സമയത്തിലും 1,00,000 ആളുകൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലം കിട്ടുന്നു. അതാണ് മണി അടിക്കുന്നതെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇനി ഭക്ഷണം നിർത്തിക്കോളാം എന്നല്ല, മണി ഇറക്കി വെച്ചോളാൻ പറഞ്ഞു. എന്താ കാരണം, ഭഗവാന്റെ സങ്കല്പം അതാണ്. ശുക്കൻ ഭക്ഷണം കഴിച്ചില്ലേ, ഇതിന് ഒരു വീട്ടിൽ വെറുതെ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, എന്തെങ്കിലും അവർക്ക് ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ. പിന്നെ ഇദ്ദേഹം നിൻ്റെ പേരക്കുട്ടിക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കും. അതിന് വേണ്ട ഏർപ്പാട് ഇപ്പോൾ തന്നെ രാജീയത്തിലൊക്കെ ഏർപ്പാട് ചെയ്യും. പേരക്കുട്ടിക്ക് വേണ്ട നന്മയ്ക്ക് തന്നെ ഇവിടെ സുഖാചന്ദ്രന് ഭക്ഷണം കൊടുത്ത് ഏർപ്പാടാക്കി ഭഗവാൻ. അങ്ങനെ ഉച്ചിഷ്ടാണി ഹരൻ ക്വചിത് സുതപസാം ഹേമാസനാധ്യസ്ഥിത. എല്ലാം വലിയ സുഖാചാര്യൻ വാമദേവന്റെ മഹാത്മാക്കൾ ഭക്ഷണം കഴിച്ച ശേഷം അവിടെ എച്ചിലില എടുക്കേണ്ടേ. ഇവിടെ ശിശുപാലർക്ക് വളരെ സങ്കടം. എന്താ കാരണം, എവിടെ പോയാൽ കൃഷ്ണൻ, ഇവിടെ നിന്നാണ് കൃഷ്ണൻ, അവിടെ നിന്നാണ് കൃഷ്ണൻ, അവിടെ ഒരു കൃഷ്ണൻ വന്നിട്ടുണ്ട്. അത് നോക്കിക്കോളൂ, കൃഷ്ണൻ അവിടെ ഒരു കൃഷ്ണൻ വരുന്നുണ്ട്, കൃഷ്ണൻ ഇവിടെയും കൃഷ്ണൻ, എവിടെ പോയാൽ ഒരു കൃഷ്ണൻ, വാതിലിൽ ഒരു കൃഷ്ണൻ, ഭക്ഷണശാലയിൽ ഒരു കൃഷ്ണൻ, യാഗശാലയിൽ ഒരു കൃഷ്ണൻ. കൃഷ്ണൻ നോക്കാൻ ഇഷ്ടമില്ല ശിശുപാലനക്ക്. പിന്നെ ഇത് എച്ചിലില്ല ഇടങ്ങുന്ന സ്ഥലത്തിൽ നിന്നോണം, കൃഷ്ണൻ കാണേണ്ടല്ലോ. അവിടെ ഒരു പുളിച്ച സ്മെല്ല് വന്നിട്ടുണ്ട്, എന്തായാലും അവിടെ മൂക്ക് വെച്ചിരുന്ന അവിടെ നിന്നോളാം പറഞ്ഞത്. ശിശുപാലൻ അവിടെ കൃഷ്ണനെ കാണേണ്ട വിചാരിച്ച് എച്ചിലിൽ ഇടുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കൃഷ്ണൻ ഈ മഹാത്മാക്കൾ ഉച്ചിട്ട ഇലയൊക്കെ എടുത്ത് നേരെ ശിശുപാലൻ തലയിൽ തന്നെ ഇട്ടു. എന്നെ ബുദ്ധി ഒന്ന് നേരാവട്ടെ വിചാരിച്ച്. പണ്ട് കൊണ്ട് തമിഴ്നാട്ടിലൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മഹാത്മാക്കൾ ഭക്ഷണം കഴിച്ച ശേഷം ആ ഇലയിൽ ഉരുണ്ട് ശയനപ്രദർശനം ചെയ്യും. പിന്നെ ആ ഇല തലയിൽ വെച്ച് നേരെ നാമം ജപിച്ച് പിന്നെ അടുത്തുള്ള പുഴയിലോ കുളത്തിലോ അത് ഇല ഇട്ട് സ്നാനം ചെയ്യാറുണ്ട്.
അത് ഒരു ലേപനം ചെയ്യണം എന്നൊക്കെ പ്രമാണമുണ്ട്. പിന്നെ അത് നിർത്തിപ്പോൾ ചില ദിക്കിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഭഗവാൻ ഉച്ഛിഷ്ടാനിഹരൻ ക്വചിച്ചു തപസാം എന്ന ഭഗവാൻ വേണ്ട വിധത്തിൽ രാഷ്ട്രീയം നടത്തി കൊടുത്തു. പിന്നെ ആദ്യത്തെ പൂജ ആർക്കാണ് ചെയ്യുന്നത് സംശയം വന്നപ്പോൾ സഹദേവനോട് ചോദിച്ചപ്പോൾ സഹദേവൻ പറഞ്ഞു അർഹരിത്യച്യുതശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വതാംബരഹി. ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ചാൽ മതി, എല്ലാവരെയും പൂജിച്ച ഫലം ഉണ്ടാവും. പറഞ്ഞപ്പോൾ ധർമ്മപുത്രനക്ക് അതാണ് ഇഷ്ടം. പൊന്നെ വലിയ സിംഹാസനം ഭഗവാൻ റെഡിയാക്കി വെച്ചു. ഭഗവാൻ അവരെ എത്തി പൂജിക്കാൻ വേണ്ടി വിളിക്കാൻ എവിടെയാണ് ഭഗവാൻ വാതിൽ നിൽക്കുന്നു. എല്ലാവരും കാല് കഴുകി പൂജിക്കുന്ന ആൾക്കാണ് ആദ്യത്തെ പൂജ കിട്ടും എന്നുകൂടി ഭഗവാൻ കാണിച്ചു തരണം. കൃഷ്ണൻ അവിടെ നിർത്തി. ഭീമൻ ദ്രൗപദൻ തൻ്റെ ദ്രൗപദി ദേവി സുവർണ്ണകണ്ഠയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ധർമ്മപുത്രൻ കാല് കഴുകുമ്പോൾ അവിടെ പറയുന്നു സമർഹയത്ത് ഹൃഷീകേശം ഭീതഃ പ്രണയവിക്വലഃ ശ്രുത്വാതിചേരിതം രാജാ ജ്ഞാത്വാർദ്ധം സഭാസദാം സമർഹയത് ഹൃഷീകേശം പ്രീതഃ പ്രണയവിക്വലഃ തത്പാദൗ അവളിത്യാപഃ ശിരസാ ലോകപാവനീ സഭാര്യഃ സാനുജാമാത്യഃ സകുടുംബോ വഹന്മുദാ തത്പാദൗ അവളിത്യാപഃ സമർഹയത് ഹൃഷീകേശം. പാദപൂജ ചെയ്യുമ്പോൾ തന്നെ ഇത്ര വലിയ ഭാഗ്യത്തെ ഭഗവാൻ കൊടുത്തല്ലോ വിചാരിച്ച് ധർമ്മപുത്രൻ കണ്ണുനീർ ഒഴിക്കുന്നു. ധർമ്മപുത്രൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ ദ്രൗപദി കണ്ണുനീർ ഒഴിക്കുന്നു. ഇവരുടെ പാത്ത് ഭീമൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ, അതേപോലെ അർജുനൻ്റെ കണ്ണുകളിൽ നിന്നും നകുല സഹാദേവന്മാർ. ഇവിടെ ഒരു സപ്ത നദികൾ ഗംഗേച്ച യമുനേച്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി പ്രധാന സപ്ത നദികളുണ്ടല്ലോ. പഞ്ചപാണ്ഡവന്മാർ ദ്രൗപദി ഇവരുടെ കാര്യങ്ങൾ കണ്ട് കൃഷ്ണൻ കണ്ണുനീർ കണ്ടു. ഇവിടെ ഒരു സപ്ത നദി ഒഴുകി ഓടുന്നു കണ്ണുനീരായി. അങ്ങനെ ഭഗവാനക്ക് പാദപൂജ ചെയ്തു. ആ തീർത്ഥം എല്ലാവർക്കും തെളിച്ചു. അത് ശിശുപാലൻ്റെ ശിരസിൽ വീണു. അപ്പോഴാണ് ശിശുപാലനക്ക് ഓർമ്മ വന്നു, എന്താ അന്യായം, എന്താ അന്യായം, ഈ തീർത്ഥം ആദ്യം കഴിക്കേണ്ട ആളല്ലേ ഞാൻ. ഏത് വിഷ്ണു പൂജയിലും ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജ കഴിഞ്ഞാൽ ആദ്യം ആർക്കാണ് തീർത്ഥം? ജയായ നമഃ, വിജയായ നമഃ. ജയവിജയന്മാർക്കാണ് തീർത്ഥം പ്രസാദം. പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ജയൻ്റെ അവതാരമാണ് ശിശുപാലൻ. തീർത്ഥം ആദ്യം കിട്ടേണ്ട ആളാണ് ഞാൻ. എനിക്ക് അവസാനം കിട്ടിയായില്ലെന്ന് അതാണ് ദേഷ്യം. പിന്നെ ആ സ്ഥലത്തിൽ എത്തേണ്ടേ? ശിശുപാലനായിട്ടിരിക്കുന്നവൻ ജയനായിട്ട് എത്തേണ്ടേ? അങ്ങനെ ചീത്ത വിളിച്ചാലേ എത്താൻ പറ്റുള്ളൂ. സനകാദികൾ പറഞ്ഞുകൊണ്ട് ഭഗവാനെ നിന്ദ ചെയ്യാൻ തുടങ്ങി. ഭഗവാനെ നിന്ദ കേട്ടപ്പോൾ ഭീമൻ അങ്ങനെ പായസം ഇളക്കുന്ന ഭീമൻ ചട്ടുകമായിട്ട് പുറപ്പെട്ടു വന്നു. കൃഷ്ണൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞത് 100 അപരാധം ക്ഷമയോടെ കേട്ടിരുന്നു. പിന്നെ തൻ്റെ തൃച്ചക്രം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ് കൊയ്തെടുത്തു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ദിവ്യ ജ്യോതി പുറപ്പെട്ടു. ചൈത്യദേഹോത്ഥിതം ജ്യോതി വാസുദേവമുപാവിശത് പശ്യതാം സർവഭൂതാനാം വൃത്യേ ബഹുവിഖച്യുതാ. വൈകുണ്ഠം മുകളിലാണ് പറയുന്നു. ഇവിടെ മുകളിലില്ലേ, താഴെയാണ്. എങ്ങനെയാണ് മനസ്സിലായി? ശിശുപാലൻ്റെ ശിരസിൽ നിന്ന് ഒരു ജ്യോതി പുറപ്പെട്ട് അത് താഴെ ഇങ്ങോട്ട് വന്നു. കൃഷ്ണൻ്റെ കാലിൽ ഐക്യമായി. ഇപ്പോൾ കൃഷ്ണചരണം തന്നെ വൈകുണ്ഠം എന്നോട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാൻ ധർമ്മപുത്രത്തിൻ്റെ രാജയാഗം നടത്തിവെച്ചു. ഇത് കേൾക്കുന്നവർക്ക് രാജമോക്ഷം വിധാനഞ്ചേ സർവപാപൈ പ്രമുച്ചതേ. ഇന്നവരെ ചെയ്ത പാപങ്ങൾക്ക് കഴിഞ്ഞു. ഇനി പുതിയ കൊള്ളം ക്രോധി വർഷമുള്ള ഇനി പുതിയ ഇപ്പോൾ ചിത്ര പൗർണിയാണ്. ചിത്രഗുപ്തൻ്റെ പൂജ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതായതുകൊണ്ട് ഇനി ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ നമുക്ക് പോയി നമുക്ക് സങ്കല്പിക്കാം. സങ്കല്പത്തിൽ സത്യമാണ്. വേദം കീർത്തിയ വിഷ്ണോ കർമ്മ ചൈത്യവധാരികം രാജമോക്ഷം വിധാനഞ്ച സർവപാപൈഹി പ്രമുച്ചതേ. ഈ പഞ്ചവിംശതി സാരസ്വത സത്രത്തിൽ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സപ്താഹ ആചാര്യത്തിന് 3 സപ്താഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വന്നിരുന്നു. വീണ്ടും അമ്മ വിളിച്ച് ഒരു വലിയ ഭാഗ്യം കൊടുത്തു. ഈ രാഷ്ട്രീയ ശ്രമം ചെയ്ത എല്ലാവർക്കും ധർമ്മപുത്രനക്ക് ഭഗവാൻ അനുഗ്രഹം ചെയ്തതുപോലെ എല്ലാ വിഭവ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഒരു നാമാവലി പാടി സമർപ്പിക്കാം. രാജാധിരാജ വ്രജ രാജ, രാജാധിരാജ വ്രജ രാജ, രാധാധി ഗോപീജന ലോല, രാധാധി ഗോപീജന ലോല, രാജാധിരാജ വ്രജ രാജ, രാജാധിരാജ വ്രജ രാജ, രാധാധി ഗോപീജന ലോല, രാധാധി ഗോപീജന ലോല, മുരളിഗാന
മുരളിഗാനലോല സർവമോഹന കൃഷ്ണ മുരളിഗാനലോല സർവമോഹന കൃഷ്ണ മധുരവചന മഹിത സർവഗോകുല കൃഷ്ണ മധുരവചന മഹിത സർവഗോകുല കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ ഹരേ ഗോപാല കൃഷ്ണ. ജയ ബോലോ രാജാധിരാജ കൃഷ്ണചന്ദ്ര മഹാരാജ കി ജയ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ധനസമ്പാദനവും ധനദാനവും നല്ല മനസ്സോടെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിലാണ് ഇന്നിപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല മനസ്സോടെ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് ആചാര്യൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ഏത് ബന്ധനത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്മരണ മാത്രയിൽ തന്നെ നമ്മളെ മോചിപ്പിക്കും എന്നുള്ള വലിയ ഒരു തത്വവും നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയും സമയം ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ഉപദേശങ്ങൾ തന്ന ആചാര്യൻ്റെ പാദങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം സമർപ്പിക്കുന്നു. ആചാര്യദക്ഷിണ സ്വീകരിക്കുന്നതിനായി ആചാര്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ആചാര്യദക്ഷിണ സമർപ്പിക്കുന്നതിനായി സത്രം ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരേ ശ്യാം. ഹരേ രാമ ഹരേ രാമ. ആചാര്യന് നമസ്കാരം പറയുന്നു. ആദ്യം കൃഷ്ണയുടെ യുദ്ധത്തിൽ ഞാൻ 3 ദിവസം ദശമസ്കന്ധം പാരായണം ചെയ്ത സമയത്തിലാണ് ആദ്യം കേരളീയനെ ഞാൻ കണ്ടത്. അന്ന് മുതൽ ഈ വലിയ ഭാഗവത ബന്ധം ഇവിടെ അമ്മ വീണ്ടും പുതുപ്പിച്ചു കൊടുത്തു. രാധേശ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം എനിക്കും കുറേയധികം പറയാനുണ്ടോ ചന്ദ്രമായിട്ടുള്ള ബന്ധം. പക്ഷേ ഞാൻ തൽക്കാലം അത് പറയണില്ല. അതിലപ്പുറം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഞാനിതിൻ്റെ ഇടയിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അദ്ദേഹം എന്നോട് സമയം സൂചിപ്പിച്ചതാണോ കേരളേട്ടെന്ന് ചോദിച്ചു. അല്ല, ഞാൻ എഴുന്നേറ്റ് പോയത് കൃഷ്ണനെ അന്വേഷിച്ചിട്ടാണ്. കൃഷ്ണാന്വേഷണ കാതരഹ, അങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് പോയത്. എന്ന് മാത്രമല്ല കിട്ടിയതുമില്ല. അവിടെ ചെന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കൃഷ്ണൻ പറയാം, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ എത്ര നേരം ഞങ്ങൾ ഇങ്ങോട്ടും കളിച്ചത്. അവസാനമാണ് കണ്ടെത്തിയത്. എനിക്ക് വലിയ ടെൻഷനായി സമയത്തിന് എത്താന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ 2-3 പേര് മാറി ഉണ്ടായി. അത് മുഖ്യാചാര്യനൊരു ദോഷമാണ് അല്ലേ, വേണ്ട രീതിയിൽ ഏൽപ്പിക്കാമെന്നിട്ടാന്ന് മറ്റുള്ളവരൊക്കെ പറയും. അപ്പോൾ അതൊന്നും വരരുത് വിചാരിച്ചായിട്ട് അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചു. കൃഷ്ണനെ കിട്ടി. എന്തായാലും ഇതാ നമുക്ക് ചന്ദ്രുജിയെ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണനെ സ്വാഗതം ചെയ്യാം. അടുത്ത പ്രഭാഷണം സുധാമാചരിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് അവതരിപ്പിക്കുന്നത്. ധാരാളം സപ്താഹവേദികളിലും സത്രവേദികളിലുമെല്ലാം പ്രഭാഷണം നടത്തിയും സപ്താഹങ്ങൾക്ക് കൂടിയുമുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ആചാര്യനാണ് തത്തനപ്പള്ളി കൃഷ്ണയ്യർ. ഏറ്റവും ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി തത്തനപ്പള്ളി കൃഷ്ണയ്യർ ആചാര്യനെ വേദിയിലേക്ക് പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു.